മഹത്വപ്പെടുത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ജീവൻ്റെ വചനത്തിലേക്ക് നമ്മൾ വരികയാണല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ഓരോ അവസരങ്ങളും നമ്മൾ നല്ലതുവണ്ണം നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമ്മൾ ക്ഷീണിച്ചിരുന്നാലും ഭാരപ്പെട്ടിരുന്നാലും കർത്താവ് വിശ്വസ്തനായ നമ്മളോടുകൂടി ഉണ്ടല്ലോ. കർത്താവ് നമ്മളോടുകൂടി ഉള്ളതിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് അല്പനേരം ചില വചനങ്ങളെ നമുക്ക് ചിന്തിക്കാം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. കൊരിന്ത്യർക്കെഴുതിയ 2 കൊരിന്ത്യർ 4-ാം അധ്യായം 7-ാം വാക്യം മുതൽ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവരെങ്കിലും സ്തോത്രം നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനിടയായി തീരുന്നത്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ സ്തോത്രം ജീവിതത്തിലും തനിക്ക് ലഭിച്ച ദർശനത്തിലും തൻ്റെ ലേഖനങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ താൻ പ്രാപിച്ചിരിക്കുന്ന സ്വർഗീയ വെളിപ്പാടുകളെല്ലാം വ്യക്തമായി കാണുവാൻ ഇടയായി തീരും. വളരെ ശ്രദ്ധയായി നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ആത്മലോകത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കുറിച്ചാണ് നമ്മൾ സസൂക്ഷ്മം നമ്മൾ ഇത് പഠിക്കുമ്പോഴും അറിയുമ്പോഴും നമ്മൾ കാണുവാൻ ഇടയായി തീരുന്നത്. കാഴ്ചയാലല്ല, എന്നാൽ നമ്മളിൽ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ നാം ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തതും ഇതുവരെ നമുക്ക് അനുഭവമില്ലാത്തതുമായ വ്യത്യസ്തമായ ജീവിത തലത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുകയാണ്. കാരണം നാം പാപത്തിന് അടിമപ്പെട്ട് കിടന്നപ്പോൾ, പാപ സ്വഭാവത്തിന് വിധേയപ്പെട്ട് കിടന്നപ്പോൾ, നമ്മൾ പാപത്തിൻ്റെ എല്ലാ ലാഞ്ചനകളും നമ്മെ സ്വാധീനിച്ചപ്പോഴും സ്തോത്രം അതിൽ നിന്നൊന്നും നാം വിടുതൽ പ്രാപിക്കാതെ അതിൽ രസിച്ചു പുളച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിൽ നമ്മൾ നിത്യമായി നശിച്ചു പോകുമെന്ന് സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി മുൻ കണ്ടിട്ടാണ് ദൈവപുത്രനാകുന്ന ക്രിസ്തുവിനെ നമ്മുടെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിനു വേണ്ടി കാൽവറിയിലേക്ക് നൽകിയത്. ആമേൻ. അപ്പോൾ ദൈവപുത്രനെ കാൽവറിയിൽ തകർക്കപ്പെട്ടപ്പോൾ അവനെ തകർത്ത് അവന്റെ ശരീരവും രക്തവും നമ്മുടെ പ്രായശ്ചിത്തത്തിനു വേണ്ടി ഊറ്റിയപ്പോൾ നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, നമ്മൾ അതുവരെ അനുഭവിച്ചു വന്ന ജീവിതത്തിൽ നിന്ന് സ്തോത്രം ഒരിക്കലും ആ പഴയ മനുഷ്യന് സാധിക്കാൻ കഴിയാത്തത്, ആ മനുഷ്യൻ ഒരിക്കലും പ്രാപിക്കാൻ കഴിയാത്ത ഒരാത്മജീവിതം, പുതിയൊരു ജീവിതം സ്വർഗത്തിലെ ദൈവം നമുക്ക് തുറന്നു തരികയാണ് ചെയ്യുന്നത്. ആമേൻ. നാം നടക്കേണ്ടുന്ന വഴി നമുക്ക് വെളിപ്പെട്ട് നാം നടക്കുന്ന വഴി ജയകരമായി തീരേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ രക്ഷിക്കപ്പെട്ടവരുടെ ഹൃദയത്തിൽ നൽകുക നിമിത്തം നാം ജയോത്സവമായി മുന്നേറുകയാണ്. നമ്മൾ മുന്നേറുകയാണ്. ആ ജയോത്സവമായി നമ്മൾ മുന്നേറുവാൻ തക്കവണ്ണം അത്യന്തപരമായ ശക്തി, അത്യന്ത ശക്തി നമ്മുടെ ഹൃദയത്തിൽ സ്വർഗത്തിലെ ദൈവം നൽകുകയാണ്. നാം നേരിടുന്ന പ്രതിസന്ധികളുണ്ട്. പാപം മാത്രമല്ല, നാം ഇതുവരെ നമ്മെ അടിമപ്പെടുത്തിയിരുന്ന ദുഷ്ടനാകുന്ന പിശാച് അവൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഓരോ ഇടർച്ചകളും വെല്ലുവിളികളും പോരുവിളികളും പോരാട്ടങ്ങളും അതിനെല്ലാം ജയിക്കുവാൻ തക്കവണ്ണമാണ് അത്യന്ത ശക്തി തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ സ്വർഗത്തിലെ ദൈവം പകരുവാനിടയായി തീരുന്നത്. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അത്യന്ത ശക്തി നമ്മുടെ മേൽ പകരപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ ജീവിക്കുന്നതിന് കാരണം ദൈവാത്മാവിന്റെ ശക്തി നമ്മിൽ ബലപ്പെടുത്തുകയാണ്. ഈ ലോകത്തിന്റെ തിരകൾക്ക് എതിരായി നടന്നു നീങ്ങുവാൻ ദൈവാത്മാവ് നമുക്ക് നൽകുന്ന നിയോഗങ്ങളാണ്, ദൈവത്തിന്റെ പദ്ധതികളാണെന്ന് ഓർക്കണം. നമുക്ക് ഈ ലോകത്തിൽ ജയകരമായ ജീവിതമായി സ്വർഗത്തിൽ ദൈവം തീർക്കുന്നത്. ആ ഭാഗം നോക്ക് വായിച്ചാട്ടെ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല,
ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. അവിടെ ഒന്ന് നിന്നേ. ഇവിടെ മൺപാത്രങ്ങളിൽ പകരുന്ന ദൈവശക്തി. ആമേൻ. നമ്മൾ മൺപാത്രമാണെന്ന് വല്ല സംശയമുണ്ടോ? അത് നിലത്ത് വീണ ഉടഞ്ഞ് പോവും. ഹല്ലേലൂയ. നമ്മൾ ഉടഞ്ഞു പോകാതെ വണ്ണം കർത്താവ് നമ്മുടെ വലം കൈ പിടിച്ച് ഇതുവരെ നടത്തിയെങ്കിൽ കർത്താവ് ശക്തനാ. ഇനിയും നമ്മെ നടത്തുവാൻ കർത്താവ് ശക്തനാണ്. കാരണം നാം പലപ്പോഴും തകരുമെന്ന് പറയുന്നതിന്റെ വക്കോളം എത്തിയാലും വിളിച്ച ദൈവത്തിന്റെ നീതീകരണ വിധിയുടെ മുമ്പിൽ മരണത്തിന്റെ ശക്തികൾ പിന്മാറുക തന്നെ ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? മരണത്തിന്റെ ശക്തികൾ നിൽക്കുകയില്ല. മരണവും പാതാളവും ഒരുവന്റെ മുമ്പിൽ തോറ്റോടിയിട്ടുണ്ട്. അത് യേശുക്രിസ്തു എന്ന നാമത്തിന്റെ മുമ്പിലാണ്. ആമേൻ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു നമുക്ക് പകരക്കാരനായി കാൽവറിയിൽ തകർക്കപ്പെട്ടപ്പോൾ, അവൻ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നപ്പോൾ, പിതാവിന്റെ സന്നിധിയിൽ പുത്രനാകുന്ന യേശു ക്രിസ്തു താൻ ജയോത്സവം കൊണ്ടാടുകയായിരുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവര് നോക്കുമ്പോ പരാജയപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് യഹൂദന്മാരുടെ കണ്ണിൽ കണ്ടത്. എന്നാൽ സ്വർഗത്തിന്റെ കണ്ണിൽ പുത്രൻ അനേക സഹോദരന്മാരെ തേജസ്സിലേക്ക് നടത്തേണ്ടതിന് അവരുടെ അകൃത്യം വഹിച്ചുകൊണ്ട് പാപത്തിന് പരിഹാരം ചെയ്യുന്ന ശുശ്രൂഷ എന്ന് സ്വർഗത്തിലെ പിതാവ് പറയും. എന്നാൽ ഭൂലോകര് പറയില്ല, അധോലോകര് പറയില്ല. ആരും ഇത് പാപത്തിന്റെ പരിഹാരമാണെന്ന് മനസ്സിലാകത്തില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ സകലരുടെയും വീണ്ടെടുപ്പിന് സകലരുടെയും തേജസ്സിന് കാരണമായി തീരേണ്ടതിന് അവന്റെ മധ്യസ്ഥനായി സകലവും താൻ വഹിക്കേണ്ടതിന് അവന്റെ ചുമരിൽ മേൽ ചുമത്തിയ ഒരു സ്വർഗീയ പിതാവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവാണ് നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ആ കർത്താവാണ് നമ്മെ രക്ഷയ്ക്കായിട്ട് വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പലവിധ പോരുകളും പോരാട്ടങ്ങളും ഈ ലോക ജീവിതത്തിലുണ്ട്, ഇല്ലേ? പലവിധ വെല്ലുവിളികൾ ജീവിതത്തിലുണ്ട്. എന്നാൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുന്നു, നാം അനുഭവിക്കുന്ന അത്യന്ത ശക്തി ഇതാ മൺപാത്രങ്ങളിലാണ് ഉള്ളത്. മൺപാത്രത്തിലാണ് ഉള്ളത്. അതല്ല, ഈ അത്യന്ത ശക്തി നമുക്ക് മൺപാത്രത്തിൽ. എത്ര പേര് നിങ്ങളുടെ ശരീരമാകുന്ന മൺപാത്രത്തിൽ കർത്തന്റെ അത്യന്ത ശക്തി ആത്മാവിൽ അറിയുന്നുണ്ട്? കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അത്യന്ത ശക്തി നിങ്ങൾ ആത്മാവിൽ അറിയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം, ഇത് ദൈവത്തിന്റെ ദാനമാണ് നിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അത്യന്ത ശക്തി. ഹല്ലേലൂയ. സഹോദരൻ, നാം എങ്ങനെയാ ഇങ്ങനെ നിൽക്കാൻ ഇടയാകുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രഖ്യാപിക്കുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, അത്യന്ത ശക്തി അകത്തു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സഹോദരം, ഇന്നലെ നമ്മൾ പലരെയും കണ്ടു, അല്ലേ? നമ്മളിന്ന് പ്രാർത്ഥിച്ചപ്പോഴും കണ്ടുന്നു. സഹോദരം, രക്ഷിക്കപ്പെടാത്ത പല പ്രിയപ്പെട്ടവരെയും പലയിടത്ത് വെച്ച് കാണുമ്പോൾ ഇന്നും നോക്കുമ്പോൾ അവരെല്ലാം ആ പഴയ ജീവിത ശൈലിയിൽ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അവര് പുറമേ ഉള്ളത് നോക്കി പുറമേ ഉള്ളത് വർദ്ധിപ്പിക്കുമ്പോൾ, സഹോദരൻ, യഥാർത്ഥത്തിൽ അവരുടെ ആത്മ മനുഷ്യനെ നോക്കുമ്പോൾ ഇന്ന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട അതേ നിലവാരത്തിലിരിക്കുന്ന അനേകർ കാര്യം അവരാരും വീണ്ടും ജനിച്ചിട്ടില്ല. വീണ്ടും ജനിച്ചവന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ്, അത്യന്ത ശക്തി മൺപാത്രത്തിൽ ഉള്ളത് കൊണ്ട് പാത്രം പഴകിയാലും അത്യന്ത ശക്തി ദിനംതോറും പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം, നമ്മളെ പുറമേ എണ്ണുന്നവരാരും യഥാർത്ഥത്തിൽ നമ്മൾ ആരെന്ന് കാണുന്നില്ല. മനസ്സിലാക്കണം, അത്ര ശ്രേഷ്ഠകരമായ ഒരു പദ്ധതിയാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ പുറമേയുള്ള മനുഷ്യർ നാൾക്ക് നാൾ ക്ഷയിച്ചു പോകുമ്പോഴും അകമേയുള്ള മനുഷ്യൻ പുതുക്കം പ്രാപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. നാം ആത്മാവിൽ ജനിച്ച് ദൈവഭവനത്തിൽ ജനിച്ചവർ ഹല്ലേലൂയ വീണ്ടും വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കും. ആമേൻ. ദൈവഭവനത്തിൽ ജനിച്ചവർ വീണ്ടും വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കും. കരങ്ങൾ ദൈവത്തെ പ്രതിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ദൈവത്തിൽ നമുക്ക് അടുത്ത വായിച്ചാട്ടെ. തുടരുക. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ അത്യന്ത ശക്തി മൺപാത്രത്തിൽ സ്വർഗം പകർന്നാൽ
നമ്മൾ വില കൊടുക്കണം. അതിന് ദൈവം അനുവദിക്കുന്നതാണ് കഷ്ടങ്ങൾ. ഹല്ലേലൂയ. ഒത്തിരി പേര് പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കുന്ന ഒരു കാര്യം, പാസ്റ്ററെ പ്രാർത്ഥിക്ക്, എനിക്ക് ഇരിക്കാൻ മേല, നിൽക്കാൻ മേല, നോക്കാൻ മേല, നടക്കാൻ മേല, ജീവിക്കാൻ മേല, എല്ലാം കൊണ്ടും വഴിമുട്ടി. കാരണം എന്നാ? കഷ്ടം നേരിടുക. വേഗം പ്രാർത്ഥിച്ച് കഷ്ടം മാറ്റിത്താ. ഹല്ലേലൂയ. ശിശുക്കളെല്ലാം കരയും. പക്ഷേ മനസ്സിലാക്കണം, കഷ്ടം ദൈവം വെച്ചിരിക്കുന്നതാണ്. എന്തിനാണ്? നീ പാത്രത്തെക്കാൾ അധികമായി പാത്രത്തിൽ ഊറ്റപ്പെട്ട ഉയരത്തിലെ ആ പരിശുദ്ധാത്മാവിന്റെ കൃപ നീ അനുഭവിച്ചറിയണം. അതറിയണമെന്നുണ്ടെങ്കിൽ നീ കഷ്ടം വരണം. കഷ്ടം വരുമ്പോ എന്താ? ഞാൻ പറയട്ടെ, പാത്രം നമുക്കറിയാം, അലുമിനിയം പാത്രമോ സ്റ്റീൽ പാത്രമോ ഒക്കെ തീയിൽ വെച്ച് അതിനിടയിൽ തീ കൂട്ടിക്കഴിയുമ്പോ പാത്രത്തിന് ചൂട് പിടിക്കും അല്ലേ? പാത്രത്തിന് ചൂട് പിടിക്കുമ്പോ പാത്രം എപ്പോഴും ചൂട് പിടിക്കുക മാത്രം, ചൂട് കൂടും കുറയും. പക്ഷെ പാത്രത്തിന്റെ അകത്ത് കിടക്കുന്നത് ദ്രാവക രൂപത്തിലുള്ള എണ്ണയാകട്ടെ വെള്ളമാകട്ടെ എന്തും ആകട്ടെ, അത് അതിന്റെ അകത്ത് ചൂടിന്റെ അവസ്ഥയല്ല, തിളയ്ക്കുന്ന അവസ്ഥയിലേക്ക് വരും. മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞ എന്ത് മനസ്സിലായി? ഈ മൺപാത്രം ചൂടാകുമ്പോൾ, കഷ്ടനിമിത്തം മൺപാത്രം ചൂടാകുമ്പോൾ അതിൽ പകരപ്പെട്ട ദൈവശക്തി ബലത്തോടെ വ്യാപരിക്കുവാനിടയായി തീരും. മനസ്സിലാവുന്നുണ്ടോ? നമ്മെ പുറത്തു കൊണ്ടുവരാൻ എന്റെ ദൈവത്തിന് അറിയാം. അളവ് ഇതാണ് സ്തോത്രം. ടൈറ്റിൽ എന്താണ്? ടൈറ്റിൽ മൺപാത്രത്തിന് ചൂട്, കഷ്ടത്തിന്റെ ചൂടേകുമ്പോൾ പകരപ്പെട്ട അഭിഷേകം ജ്വലിക്കുവാനിടയായി തീരും. ഒന്നും കൂടെ പറയും, എഴുതി വെച്ചോ. അല്ലെങ്കിൽ മൺപാത്രം ചൂടാകുമ്പോൾ അതിൽ പകരപ്പെട്ട ഉയരത്തിലെ ശക്തി ജ്വലിക്കുവാനിടയായി തീരും. അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ഹല്ലേലൂയ. ഓ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുന്നതിന് കാരണം എന്താണ്? നമ്മളിൽ പകർന്ന അഭിഷേകം ജ്വലിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. യഥാർത്ഥ അഭിഷേകമാണെങ്കിൽ, യഥാർത്ഥ ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് പ്രാപിച്ച അഭിഷേകമാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ കഷ്ടമുണ്ടാകും. ആരൊക്കെ കഷ്ടമില്ലെന്ന് പറയുന്ന അവരിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവുമല്ല. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ കടന്നു വന്ന വഴിത്താരിൽ എത്രയോ കഷ്ടങ്ങൾ അനുഭവിച്ചു. കാരണം എന്നാ? അകത്ത് അത്യന്ത ശക്തി ഇരിപ്പുണ്ട്. അത് പുറത്തു വരണം. സഹോദരൻ, നാം അഭിഷേകത്തോടുകൂടെ പ്രതികരിക്കുവാൻ തുടങ്ങണം. അഭിഷേകത്തോട് പ്രതികരിക്കാൻ തുടങ്ങണം. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അപ്പോൾ അത്യന്ത ശക്തി മൺപാത്രത്തിലുണ്ടെങ്കിൽ അടുത്തത് കഷ്ടമുണ്ട്. കാരണം പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ മൺപാത്രം കഷ്ടത കൊണ്ട് ചൂടായേ മതിയാകത്തുള്ളൂ. വായിച്ചാട്ടെ. ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ശ്രദ്ധിക്കണം, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. അല്ലേ? ഇടുങ്ങിയിരിക്കുന്നുണ്ട് ആരെങ്കിലും? അപ്പോ ഈ ഇടുക്കം എവിടെയാ? നമ്മൾ മനസ്സിലാക്കണം, കഷ്ടം വന്നാൽ ഇടുങ്ങിപ്പോകുന്ന ഉണ്ടെങ്കിൽ അവന്റെ കഷ്ടം ഒരിക്കലും പരിശുദ്ധാത്മാവിന്റെ കൃപ പകരപ്പെട്ടിട്ടുള്ള കഷ്ടമല്ല. ദൈവാത്മാവിന്റെ കൃപയാൽ നമ്മളിൽ നിറയ്ക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ നിമിത്തം നമ്മൾ ഇടുങ്ങിയിരിക്കും. നമ്മുടെ ഉള്ളത്തിൽ ഇടുക്കമുണ്ടോ? ഉണ്ടോ? പലതും ഭൗമതലത്തിൽ പലതും, ഭൗതിക ജീവിതത്തിൽ പലതും കഷ്ടതയുടെ വാതിൽ നിമിത്തം നമുക്ക് നഷ്ടങ്ങൾ വന്നെന്നിരിക്കാം. പക്ഷേ നഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തില് ആളുകൾ ഹൃദയം വിശാലമായിരിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവകത്തുണ്ട്. ദൈവത്തിന്റെ ആത്മാവത്തെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലുള്ളത് കൊണ്ട് നമ്മൾക്ക് ഇടുക്കമില്ല. പുറത്ത് ഇടുക്കമുണ്ട്. സാമ്പത്തിക നഷ്ടം, രോഗം, പ്രതിസന്ധി, ശത്രുത എല്ലാം പുറമേയുള്ള ജീവിതത്തിൽ കാണാം. പക്ഷെ അതൊന്നുകൊണ്ട് നമ്മൾ ഇടുങ്ങിയിരിക്കുവാൻ പരിശുദ്ധാത്മാവ് അനുഭവിക്കുന്നില്ല. അപ്പോൾ മനസ്സിലാക്കണം, ഈ പരിശുദ്ധാത്മാവ് ഇല്ലാത്തൊരു വ്യക്തിയാകട്ടെ, അവന്റെ ജീവിതത്തിൽ ഈ ആത്മാവുള്ളവർ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ പോലെ ആത്മാവില്ലാത്തവൻ ജീവിതത്തിൽ ഒരു കഷ്ടത അനുഭവിച്ചാൽ അന്ന് അവസാനിപ്പിക്കും അവന്റെ ജീവിതം. മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്നാ? അവനെ ആശ്വസിപ്പിക്കുന്ന, വഴിതിരിക്കുന്ന, അവനെ ബലപ്പെടുത്തുന്ന ഒരുവൻ അകത്തില്ല. ആമേൻ. അപ്പോൾ ജീവന്റെ വചനത്താൽ നമ്മുടെ അകമയുള്ള മനുഷ്യൻ ബലം പ്രാപിക്കുന്നത് കൊണ്ട് പുറമേ കഷ്ടമുണ്ടെങ്കിലും നമ്മൾ ആരും ഇടുങ്ങിയിരിക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന്? കാര്യം എത്ര പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും നമ്മൾ ദൈവത്തോടുള്ള അനുരാഗത്തിൽ അനുദിനം നമ്മൾ വളർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. വായിച്ചാട്ടെ അടുത്ത വാക്യം.
ശ്രദ്ധിച്ചോ, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നമ്മൾ പലവിധ കുറവുകൾ. അപ്പൊ മനസ്സിലാക്കണം, ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഇല്ലായ്മകൾ, ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമാണ് ബുദ്ധിമുട്ടുകൾ. ആളുകൾ പ്രാർത്ഥിച്ചാലൊന്നും പോകുന്നല്ല. ചിലരങ്ങനെ ആത്മീക ശിശുക്കൾ വന്നിട്ട് പറയും, പ്രാർത്ഥിച്ച പാസ്റ്ററെ ഇത് വേഗം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച പാസ്റ്ററെ, എനിക്ക് വീണ്ടും ചെളിക്കെത്തിയാറണം, എനിക്ക് വീണ്ടും പഴയതുപോലെ കയ്യും കാലിട്ട് അടിക്കണം, എനിക്ക് പഴയതുപോലെ മുറ്റത്ത് കൂടെ ഓടണം. കുഞ്ഞി പിള്ളേർ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇതുപോലെ പറയുന്നവരെ കാണുമ്പോ ശ്രദ്ധിച്ചോടെ, ഇവൻ ഇതുവരെ വളർന്നിട്ടില്ലെന്ന് മനസ്സിലാക്കിക്കോണം. ഹല്ലേലൂയ. കൊച്ചു കുഞ്ഞുങ്ങള് പറയുന്നു എനിക്ക് വിസ കിട്ടണം, കൊച്ചു കുഞ്ഞുങ്ങൾ പറയുന്ന എനിക്ക് അവിടെ പോയി സെറ്റിൽ ചെയ്യണം, കൊച്ചു കുഞ്ഞുങ്ങൾ ഇതുവരെ എനിക്ക് ഫിനാൻഷ്യലായിട്ട് സെറ്റിൽ ആയിട്ടില്ല. കൊച്ചു കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയാണിത്. ഹല്ലേലൂയ. എന്നാ പക്വതയെത്തിയവരും ആത്മാവിൽ വളർച്ച പ്രാപിച്ചവരുമാകുന്നവര്, സ്വതന്ത്രം ദൈവാത്മാവിന്റെ കൃപയിൽ വളർച്ച വന്നു കഴിയുമ്പോൾ അവര് പറയും ഈ കഷ്ടങ്ങൾ വരട്ടെ, എന്റെ ഉള്ള ഇടുങ്ങിയിരിക്കത്തില്ല. അടുത്തത് അവിടെ പറയുന്നത് കഷ്ടം വരുന്നു. അടുത്തത് പറയുന്നത് എന്താണ്? ബുദ്ധിമുട്ടുന്നവരെങ്കിലും കണ്ടോ, പലവിധമായി പലരും വിട്ടിട്ട് പോകും. ആമേൻ. പലരും വിട്ടിട്ട് പോകും. സുഹൃത്തുക്കൾ മിണ്ടാതിരിക്കും, കുടുംബാംഗങ്ങൾ മിണ്ടാതിരിക്കും, കൂട്ടുകാരും മിണ്ടാതിരിക്കും. നമുക്കൊരു കഷ്ടം വരുമ്പോ തിരിഞ്ഞു നിൽക്കും, അനുഭവിക്കട്ടെ എന്ന് പറയും. ഇതെല്ലാം പറയുമ്പോ അയ്യോ ഞാൻ നശിച്ചു പോയെന്ന് പറയരുത്. കാരണം എന്നാ? ഇതൊക്കെ അനുഭവിക്കാനാ സ്വർഗത്തിലെ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ആമേൻ. ഇതൊക്കെ അനുഭവിക്കുന്നത് എന്തിനാണ്? നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവകത്തെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിലുണ്ട്. എല്ലാരും കൈവിടുമ്പോൾ നിന്റെ ഉള്ളത്തിലിരിക്കുന്നവനിലേക്ക് നിന്നെ തിരിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് മനസ്സിലാക്കിക്കോണം. നിന്റെ ഉള്ളത്തിലിരിക്കുന്ന ഒരുവനിലേക്ക് സ്വർഗം നിന്നെ തിരിക്കുമ്പോൾ മനസ്സിലാക്കിക്കോണോ, നിന്റെ പുറത്തുള്ള ഒരു പലരും കൈവിടുവാൻ ഇടയായി തീരും. ആമേൻ. ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർമാർ വരെ വിട്ടുപോകും, കണ്ടു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കും. ശ്രദ്ധിച്ചോളം, അതെന്തുകൊണ്ടാണ് നടക്കുന്നത്? അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. പലരും കണ്ടാ മിണ്ടാതെ ഇറങ്ങിപ്പോകും. ഉപയോഗിക്കപ്പെടുന്നവരെ കണ്ടു കഴിയുമ്പോൾ കണ്ണിറുക്കും, ദേഷ്യപ്പെടും, വൈരാഗ്യവും സംസാരങ്ങളും ഭിന്നതയും കെട്ട പോസ്റ്റൊക്കെ ഇട്ടോണ്ട് കയറി വരും അല്ലേ? കാരണം എന്നാ? മനസ്സിലാക്കണമേ, വിളിയുടെ ഉദ്ദേശം മറന്നു പോകുന്നവർ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴോ വിളിച്ച ദൈവം മറക്കുന്നില്ല, മാറുന്നില്ല. അവന്റെ ഇഷ്ടം നിവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. അടുത്തത് ബുദ്ധിമുട്ടുന്നവരെങ്കിലും കാരണം നിരാശപ്പെടുന്നില്ല. നിരാശ വരത്തില്ല. അയ്യോ എല്ലാരും വിട്ടുപോയത് എന്നാ, ഞാൻ വല്ലതും മോശമായിട്ട് പറഞ്ഞുകൊണ്ടാണോ, ഞാൻ ഇനി എന്നാ ചെയ്യേണ്ട? മനസ്സിലാക്കണേ, ദൈവത്തിന്റെ അഭിഷേകം ഹൃദയത്തിൽ വന്ന ഒരു ദൈവ പൈതല് ഒരിക്കലും ആരെയും പ്രസാദിപ്പിക്കാൻ പോകുകയില്ല. പോവോ? തന്റെ ആത്മാവെന്ന പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരിക്കലും മറ്റൊരുത്തനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഓടേണ്ട കാര്യമില്ലെന്ന്. ഹല്ലേലൂയ. ചിലർക്ക് ഇത് കേൾക്കുമ്പോ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ആഹാ, അങ്ങനെയായോ? പിന്നെ എങ്ങനെ വരണമെന്ന് വിചാരിച്ചത്? ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകിയ സ്വാതന്ത്ര്യമുണ്ട്. നാളുകളായി പാരമ്പര്യത്തിന്റെ കീഴിൽ, സമുദായത്തിന്റെ കീഴിൽ, രക്ഷയുടെ വഴിയില്ലാതെ മരണഗൗരവത്തിന്റെ കീഴിൽ കണ്ട് കഷ്ടപ്പെട്ട കുടുംബം തകർന്നു വന്ന ഒരുവരെ സംബന്ധിച്ച് ദൈവത്തിന്റെ ആത്മാവ് അവനെ നടത്തുന്നുവെങ്കിൽ അവൻ ആത്മാവിനെ വിട്ടുപിരിയാതെ വണ്ണം അത് നടക്കുവാൻ സ്വർഗം അവരെ സഹായിക്കും. അവൻ ആരുടെ മുഖം നോക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ. പല മുഖങ്ങളും അവരുടെ വെറുപ്പും വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും സമ്പാദിച്ചുകൊണ്ട് വിശ്വാസ മാർഗത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും പ്രസാദിപ്പിക്കണമെന്നുള്ള അലിഖിത നിയമങ്ങളെ ത്യജിക്കാൻ ദൈവത്തിന്റെ ആത്മാവിനെ ബലപ്പെടുത്തിയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? സ്നേഹിക്കണം, ആരോടൊന്നും കടപ്പെട്ടിരിക്കരുത്. അല്ലേ? സ്നേഹിക്കണം, തീർച്ചയായിട്ടും സ്നേഹിക്കണ്ടേ? തീർച്ചയായിട്ടും സ്നേഹിക്കണം. കാരണം ദൈവത്തിന്റെ മൗനപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കണം. പക്ഷെ ആരുടെ മുമ്പിൽ നിങ്ങൾ പറ്റുവാനത്തിന്റെ പോകേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ടോ? നിങ്ങൾ മാന്യരാണ്. ദൈവം മാന്യമായിട്ടാ എന്നെ നിങ്ങളെ നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ആ മാന്യത സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ട്. കഷ്ടത ഇതുകൊണ്ടാണോ? അല്ല, നമ്മളിരിക്കുന്ന അഭിഷേകം വെളിപ്പെടാനാ. അല്ലാതെ നിന്റെ അടുത്തിരിക്കുന്നവനെ നീ സേവിക്കാൻ പോകരുത് കഷ്ടം വരുമ്പോ. ചിലർ അങ്ങനെയുണ്ട്. അകത്ത് കഷ്ടമോ യശോദം, അല്ലെങ്കിൽ പറയട്ടെ ആദ്യം കഷ്ടം, രണ്ടാമത് വരുന്നതാണ് ബുദ്ധിമുട്ട്. അല്ലെ? കഷ്ടവും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോ ചിലര് അടുത്തിരിക്കുന്ന വ്യക്തിയിലേക്ക് തിരിയും.
അവരെ സേവിക്കാനും അതാ ഈ ചിലര് ഈ വിശ്വാസം പെന്തക്കോസിന്റെ തന്നെ ഉള്ളൊരു വലിയൊരു കാര്യമാണ്. ആരെങ്കിലും കഷ്ടപ്പെടുന്നതോ പ്രയാസപ്പെടുന്നതോ കണ്ടിട്ടുണ്ടെങ്കിൽ അവന് ഈ പാര വെക്കാൻ നടക്കും കുറെ എണ്ണങ്ങള്. ഹല്ലേലൂയ. അവന്റെ വഴി അടയ്ക്കാൻ വേണ്ടി നടക്കും. അങ്ങനെ കുറെ എണ്ണങ്ങളുണ്ട്. അവനെ ദൈവം വിളിച്ചെന്നാന്നുള്ള ബോധമില്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നടക്കുന്ന കുറെ എണ്ണങ്ങള്. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം എന്താ ഇത് സംഭവിക്കുന്നതെന്ന് അറിയാവോ? എന്താ വരുന്നതെന്ന് ചോദിച്ചാൽ അകത്ത് മോഷണമുണ്ട്, അകത്ത് ഭിന്നതയുണ്ട്, അകത്ത് അസൂയുണ്ട്, അകത്ത് ശാഠ്യമുണ്ട്, അകത്ത് മറുതലിപ്പുണ്ട്, അകത്ത് എതിർപ്പുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ഇതിന്റെ പിന്നിലെ കാരണം. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുവൻ കഷ്ടം അനുഭവിക്കുമ്പോൾ എല്ലാവരും കൂടെ കൂടി അവനെ എങ്ങനെയും ഒന്ന് തകർക്കാൻ വേണ്ടി കൂടി വരുന്നവരുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാക്കണം. ഇയ്യോബ് കഷ്ടം സഹിച്ചപ്പോഴേ അവന്റെ കൂടെ വന്നിരുന്ന 3 പേരെ അവരുടെ വർത്താനം കേട്ടാൽ നമുക്ക് തോന്നുന്നത് ഗുണത്തിനാന്നല്ല. ഇങ്ങേരെ ഇവന്മാര് വാ തുറന്ന് സംസാരിച്ച് ഇയ്യോബിനെ എങ്ങനെയും കുരുക്കിട്ട് തീർക്കാനാണ് നോക്കുന്നത്. ചിലര് കൂടെ കയറി വരും കേട്ടോ. അവരൊക്കെ ഇടപെട്ട് കഴിയുമ്പോ അവസാനം വലിയ കുരുക്കായിട്ട് തീരും. അങ്ങനെയുള്ളവരുണ്ട്. കള്ളന്മാരുണ്ട്. വിശ്വാസകോളത്തിന്റെ അടുത്ത് കള്ളന്മാരുണ്ട്. അതിലെ കള്ളന്മാർ എന്ത് ചെയ്യുന്നറിയാമോ? നേരെ ചുവ നിൽക്കുന്നവനെ വീഴ്ത്താൻ നോക്കും. അതിലെ കഷ്ടത്തിലിരിക്കുന്നവനെ ഏത് വിധത്തിൽ അവനെ വളഞ്ഞ് അവനെ ഇല്ലാതാക്കാനുള്ള വഴികൾ നോക്കും. ഇങ്ങനെയുള്ളവരെല്ലാം ഈ വിശ്വാസ മാർഗത്തിന്റെ ഒരു കാര്യം രക്ഷിക്കപ്പെടാതെ അകത്തു വന്നതാ. രക്ഷിക്കപ്പെടാതെ വീണ്ടും ജനനമില്ലാതെ അകത്തു വന്നതാ. എങ്ങനെ ഉപദേശിയായിട്ടുണ്ടാകാം. ചില മാസ്റ്റർമാരും ഉണ്ട്. ഈ വിധത്തിലുള്ള ദുഷ്ടതകളുള്ളവരുണ്ട്. ഹല്ലേലൂയ. മാനസാന്തരപ്പെടണം. വായിച്ചാട്ടെ. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. വിശ്വാസത്തിൽ ഈ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നടത്തപ്പെടുന്നവർക്ക് ഉപദ്രവം ഉണ്ടോ? ഉണ്ടോ? ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും അപ്പൊ ഉപദ്രവം എന്തിനാ വരുന്നറിയാം? ഉപേക്ഷിക്കാനാ. അപ്പൊ എല്ലാരും ഉപേക്ഷിക്കുമ്പോൾ മനസ്സിലാക്കണം ഉപദ്രവം ഉണ്ടെന്ന്. നമ്മളെ എല്ലാരും വിട്ടുപോയെങ്കിൽ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായി എന്തോ ഒന്ന് നടക്കുന്നുണ്ട്. നമ്മുടെ കൂടെ നിൽക്കാൻ മനസ്സിലാക്കട്ടെ പലരും ഓടുന്നേ. ഞാനൊരു കാര്യം, ഈ ഓടിയവരുണ്ടല്ലോ അവര് മടങ്ങി വരുമ്പോ പിന്നെ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. എന്റെ അഭിപ്രായമാ കേട്ടോ, ഉപദേശമല്ല, അഭിപ്രായമാ. കാര്യം ഈ ഓടിപ്പോയവരോ പലതും കണ്ടല്ലോ ഓടിപ്പോകുന്നു. അവർ തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെ കണ്ടാൽ മതി. കാര്യം അവരെ ഈ ഓടിപ്പോകുന്നവരൊക്കെ ഭീരുത്വത്തിന്റെ ആത്മാവുള്ളവർ, ഒരിക്കലും കൂടെ നിൽക്കാനായിട്ട് മനസ്സില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, എന്നെ പോലെ രക്ഷ പ്രാപിച്ച ഒരു വ്യക്തി, അവനിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് അവന് കഷ്ടത്തിന്റെ വഴിത്താരയിലൂടെ അവനെ നടത്തുന്നത് കാണുമ്പോൾ നീയും അവനെ ഇട്ടിട്ട് മാറിപ്പോകരുത്. നീ എവിടുന്നാ പഠിച്ചത്? ഹല്ലേലൂയ. ഒരുവൻ നിന്റെ സഹോദരൻ, കൂട്ടുവേലക്കാരൻ കഷ്ടത്തിലാവുമ്പോൾ അവന് ഇട്ടിട്ട് പോകുന്നത് ഏത് ആത്മാവാണത്? ഭയങ്കര ഉപദേശം പറയും. ഇത് കണ്ടു കഴിയുമ്പോ വിട്ടുപോകും. ചെക്ക് ചെയ്യണം കേട്ടോ. നിന്റെ ഉള്ളത്തിൽ നിന്ന് വിട്ടോ ഇനിയൊന്നും തിരിഞ്ഞു നോക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് വിടിയിപ്പിക്കുന്ന ഒരു ആത്മാവുണ്ടെ മനസ്സിലാക്കണം, അത് പരിശുദ്ധാത്മാവല്ല. വായിച്ചേ ഒന്നും കൂടെ ഭാഗം. 3 കഷ്ടം സഹിക്കുന്നവരും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. കേൾക്കണം, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെടുന്നില്ല. ഉപദ്രവം അനുഭവിക്കുന്നവനല്ല, ഉപേക്ഷിക്കപ്പെടണമെന്നുള്ള ശത്രുവിന്റെ പദ്ധതി ദൈവം സാധിപ്പിക്കത്തില്ല കേട്ടോ. അപ്പോൾ മനസ്സിലാക്കട്ടെ, എല്ലാരും വിട്ടുപോകും. പക്ഷെ പോകാത്തൊരുവനുണ്ട്. അവൻ അകത്തിരിക്കുക, അവന് പോകാൻ പറ്റത്തില്ല. കാര്യം അവനെ സ്വന്തം മൺപാത്രം തിരിച്ചറിയേണ്ടതിനാണ് ഈ കഷ്ടങ്ങൾ വന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ മനസ്സിലാക്കിക്കോണം, അതുകൊണ്ട് നമ്മൾ തകരുകയല്ല. ഇത് ദൈവത്തിന്റെ ചില കാര്യപരിപാടിയുടെ ആരംഭം മാത്രമാണ് ആകുന്നുള്ളൂ. മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മൾ ഒറ്റപ്പെട്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം, എന്റെ ദൈവത്തിന് ഇതിന്റെ അകത്തൊരു പദ്ധതിയുണ്ട്, എന്റെ കർത്താവിന് ഇതിനകത്തൊരു പദ്ധതിയുണ്ട്. നമ്മൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് വളരെ സുരക്ഷിതമായ ഒരു ഭാഗമുണ്ട്. നമുക്ക് അതും കൂടെ കൂടുതൽ ചേർത്ത് വായിക്കാം. ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് നമ്മൾ കൊണ്ടുപോകുന്നത് ഈ റൂട്ടിലാകുന്നുവല്ലോ. ദാനിയേൽ പ്രവചനം അതിന്റെ 3-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 14-ാം വാക്യം മുതൽ വായിച്ചേ. 3:14.
അവരോട് കൽപ്പിച്ചത് ശദ്രക്കേ, ആ മേശക്കേ, ആ അബേദ്നെഗോവേ, ആ നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിക്കുക. അവന്റെ ദേവന്മാര്. നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേര് തന്നെയോ? കണ്ടോ, നേര് തന്നെയോ. അവൻ നിർത്തിയതിനെ എല്ലാം സേവിക്കണമെന്ന് കഷ്ടം അനുഭവിക്കുന്നവനോട് പിശാച് പറയും. മനസ്സിലായോ? കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. മാർക്ക് അവിടെ വായിക്കുന്നതാണ് ഹല്ലേലൂയ, സ്തോത്രം. അവിടെ വായിക്കുന്നത് ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കുന്നില്ല, ഞങ്ങൾ സകലവിധത്തിൽ കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ഹല്ലേലൂയ. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. അടുത്ത ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. അപ്പൊ ഈ മൂന്ന് കാര്യം: ഉപേക്ഷിക്കപ്പെടത്തില്ല, വീണുപോകത്തില്ല. കേൾക്കണം, ഉപേക്ഷിക്കപ്പെടത്തില്ല, വീണുപോകത്തില്ല, നശിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ മൂന്ന് കാര്യം നടക്കുന്നത് ആരുടെ കാര്യത്തിലാണെന്നറിയാമോ? ഇവിടെ ഈ മൂന്ന് ബാലന്മാര് എബ്രായ ബാലന്മാരുടെ ജീവിതത്തിൽ ഇരിക്കുകയാണ്. അവർക്ക് ആരാ അവിടെ ഉള്ളേ? അവിടെ ആരാ ഉള്ളേ? ആരെങ്കിലും ഉണ്ടോ? അവന് പ്രാർത്ഥിക്കാൻ അവിടെ ആരെങ്കിലും ഉണ്ടോ? അവന് വേണ്ടി അനുകൂലമായിട്ട് സംസാരിക്കാൻ, രാജാവിനോട് സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരുമില്ല. ഇങ്ങനൊരു അനുഭവമാണ് പാത്രം, അഭിഷേകം പകരപ്പെട്ട മൺപാത്രങ്ങളുടെ അവസ്ഥയാണിത്. മനസ്സിലാകുന്നുണ്ടോ? നീ രക്ഷകരെന്ന് വിചാരിക്കുന്നവരൊക്കെ ശിക്ഷകരായിട്ട് നിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിന്നെ സമൂലം വിധിച്ച് നാശത്തിന് ഏൽപ്പിക്കുമ്പോൾ മനസ്സിലാക്കണം, നിന്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. അത് വെളിപ്പെടണം. അത് തീ കൊണ്ട് വെളിപ്പെടണം. പാത്രങ്ങൾ തീ കൊണ്ട് വെളിപ്പെടണം. പാത്രങ്ങൾ തീ കൊണ്ട് വെളിപ്പെടണം. ഹല്ലേലൂയ. തീ കൊണ്ട് വെളിപ്പെടുന്ന പാത്രങ്ങളുണ്ട്. ഞാനും നിങ്ങളും അങ്ങനെ ആയിരിക്കണം. പാത്രത്തിൽ ദൈവത്തിന്റെ കഷ്ടതയാകുന്ന കഠിന ശോധന അനുഭവിക്കുന്നതിന് കാരണം നീ പുറത്തു വരണം. അതിനാണ് ഈ കഷ്ടത. മനസ്സിലാകുന്നുണ്ടോ? നമ്മളോ മറ്റോ ആണെങ്കിൽ അങ്ങനെ ഒരു സാധനത്തില് നെബൂഖദ്നേസർ ചോദിക്കുന്ന ചോദ്യം എന്താണ്? അവരോട് കൽപ്പിച്ചത്, ശദ്രക്കേ, മേശക്കേ, അബേദ്നെഗോവേ, നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേര് തന്നെയോ? ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാദസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീട് നമസ്കരിക്കുവാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്. കണ്ടോ? നമസ്കരിക്കാതെ ഇരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. നിങ്ങളെ എന്റെ കയ്യിൽ നിന്നും വിടുവിക്കാവുന്ന ദേവൻ ആർ? ശ്രദ്ധിച്ചോ? ദൈവത്തിന്റെ ഈ അത്യന്ത ശക്തി മൺപാത്രങ്ങളിലാണ് പകർന്നിരിക്കുന്നത്. മൺപാത്രത്തോട് പറയുന്ന കാര്യം എന്താണെന്നറിയാവോ? ഞാൻ നിന്നെ നശിപ്പിച്ചു കളയും. ഈ മൺപാത്രത്തോട് പറയുന്നത്, ഞാൻ മൺപാത്രമേ ഉപയോഗശൂന്യമായി നിന്നെ ഞങ്ങൾ തീർക്കും. ഞാൻ നിന്നെ ഉടച്ചു കളയും. ഞാൻ നിന്നെ ഇല്ലാതാക്കും. നീ മണ്ണാണെന്ന് പറയും. പക്ഷെ മണ്ണല്ല വിഷയം. മണ്ണിന്റെ അകത്ത് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ആ മൺപാത്രങ്ങളിൽ ഇരിക്കുന്ന ശദ്രക്കിന്റെ, മേശക്കിന്റെ, അബേദ്നെഗോവിന്റെ ഹൃദയത്തിൽ ഇറങ്ങി വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, അത് നെബൂഖദ്നേസറെ നീ തൂക്കി നോക്കിയാലൊന്നും ആകത്തില്ല. അപ്പൊ ചോദിക്കും, നിനക്ക് ആരുടെ ഇവിടെ ഉള്ളേ? നീ വലിയ വർത്താനം പറഞ്ഞത്, ഇവിടെ ആരുടെ ഉള്ളേ? നിന്റെ നാമം അടക്കുന്ന ഒരു നാമ ഉയരത്തിലുണ്ട്. മനസ്സിലായോ? നെബൂഖദ്നേസറെ, നിന്റെ വായ നിന്റേത് തൂക്കി നോക്കി അത് കുറവുള്ളവനായി നിന്നെ കണ്ട് നിന്നെ നീക്കുന്ന അളവിയ ഒരു തലമുറ കഴിഞ്ഞ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. അതറിയുന്നുണ്ടോ? മനസ്സിലാക്കണം. ദൈവനാമത്തിന് നേരെ ഏതെങ്കിലും ഒരുത്തൻ കൈ ചൂണ്ടിയാലുണ്ടല്ലോ, അവന്റെ ഒരു തലമുറ കഴിയുമ്പോ ഭൂമി കാണത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവപദ്ധതിക്ക് നേരെ ഒരുവൻ കൈ ചൂണ്ടിയാൽ അവൻ ഭൂമിയുടെ മേൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നീക്കിക്കളയും. മനുഷ്യരല്ല നീക്കിക്കളയും, സ്വർഗത്തിലെ ദൈവമാ. നിന്നെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ ആരാ ഉള്ളത്? ചോദിക്കുന്ന ചോദ്യം ഭയങ്കരമാ. ശരിയല്ലേ? ചോദ്യം എന്റെ കയ്യിൽ നിന്ന്
വിടുവിക്കാവുന്ന ദേവൻ കണ്ടോ? അപ്പോൾ നമ്മളാണെങ്കിൽ അവിടെ ഭാരപ്പെടും. സാധാരണ മനുഷ്യൻ ഭാരപ്പെടും, മറുപടി കൊടുക്കാൻ പറ്റത്തില്ല. ഏത് ദേവന്റെ കാര്യം പറയാൻ, ഏത് ദൈവത്തിന്റെ കാര്യം പറയാൻ. പക്ഷേ അവനിടുന്ന പരീക്ഷയിൽ അളവിയ മാറ്റമില്ലാത്ത ഒരുവൻ ഇറങ്ങി വരണം. മനസ്സിലാകുന്നുണ്ട്? അവന്റെ കോപത്തിന്റെ തീയിൽ അവന്റെ ഉഗ്രകോപം വെളിപ്പെടുത്തുമ്പോൾ അവന്റെ ഉഗ്രകോപത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ മഹത്വം മാറ്റമില്ലാതെ വെളിപ്പെടുത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളെ തള്ളി ഒരുവൻ കളഞ്ഞാൽ ഭാരപ്പെടരുത്. അല്ലെങ്കിൽ അത് ദൈവത്തിന്റെ കാര്യപദ്ധതിയാണ്. അളവിയ നമ്മൾ വീട് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. നമ്മളെ നശിപ്പിക്കാൻ കഴിയത്തില്ല. ഈ ശക്തികൾക്ക് ഒരിക്കലും നശിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. കാരണം അകത്തിരിക്കുന്ന മൺപാത്രത്തിൽ പകർന്ന അത്യന്ത ശക്തി വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ നെബൂഖദ്നേസർ എഴുന്നേറ്റേ മതിയാകത്തുള്ളൂ. അത് ദൈവത്തിന്റെ വ്യവസ്ഥയാണത്. അതുകൊണ്ട് നമ്മൾ കഷ്ടങ്ങൾ വരുമ്പോൾ കഷ്ടത്തിന്റെ പേര് പറയുകയല്ല, ആ കഷ്ടം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മളിൽ പകർന്ന അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുവാനാണ് പുറത്ത് അസാധാരണമായ പ്രതിസന്ധി അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും കണ്ടോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആത്മീക വിഷയത്തിൽ ബഹുമാനമില്ലാതെ കൈനീട്ടിയ നെബൂഖദ്നേസറേ, നിന്നോട് സംസാരിക്കുന്ന വിധം മറ്റൊരു വിധത്തിലായിരിക്കും. വായിച്ചേ. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട് കണ്ടോ? നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ കണ്ടോ? അവന് ഇക്കാര്യത്തിൽ ആത്മീക വിഷയത്തിൽ അവനെ നിന്ദിച്ച് സംസാരിക്കുന്ന അഭിഷേകമാണ് അവനിൽ ദൈവം പകർന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതേ കാര്യം നമ്മൾ ദാവീദിൽ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഗോലിയാത്ത് വന്ന് നിന്നപ്പോൾ, വെല്ലുവിളിച്ചപ്പോൾ, ഇസ്രായേലിന്റെ ദൈവത്തെയും ഇസ്രായേലിനെ നിന്ദിക്കുവാൻ നീ ആരെന്ന് പറഞ്ഞ് അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഇസ്രായേലിന്റെ ദൈവത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ ദൈവജനത്തിന് എതിരെ സംസാരിക്കുന്നവനോട് ബഹുമാനത്തിന്റെ ആവശ്യമില്ലെന്ന് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. നമ്മൾ സ്തേഫാനോസിനെ നോക്കുമ്പോൾ ഇതിന്റെ വേറൊരു വർഷം കാണുന്നുണ്ട്, അല്ലേ? യഹൂദ ജാതി മുഴുവനും അവനെ എതിർക്കുവാനായിട്ട് വന്നു നിൽക്കുമ്പോൾ യഹൂദന്മാരുടെ പിതാക്കന്മാർ വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞ് ദൈവത്തെ തള്ളി അവർക്ക് ബോധിച്ച വഴിയിലൂടെ തിരിഞ്ഞ് ആ ഹാളിലെ പൂർവികരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രസന്റ് ജനറേഷനോട് സംസാരിച്ചപ്പോൾ അവര് കണ്ണും മൂക്കുമെല്ലാം ചെവിയെല്ലാം മൂടിക്കെട്ടിക്കൊണ്ട് എന്നാ വന്ന് സ്തേഫാനോസിന് കല്ലെറിയുവാൻ ഇടയായി തീർന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കേൾക്കണ്ട, നിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ ഞങ്ങൾക്ക് കേൾക്കണ്ട. അവന്റെ വായിൽ നിന്ന് വരുന്ന കാര്യം എന്നെ സ്വാധീനിക്കരുത്, എന്നെ ആകർഷിക്കരുത്, എന്നെ വശീകരിക്കരുത്. അതുകൊണ്ട് ഞാൻ അവനെ തകർക്കുമെന്നുള്ള ഉദ്ദേശത്തോടെ സ്തേഫാനോസിന് നേരെ ആർത്തലച്ചു വന്ന യഹൂദന്മാര്. അപ്പൊ എല്ലാവരുടെയും വസ്ത്രം പിടിച്ച ശൗല് കാലങ്ങൾക്ക് ശേഷം ഇതിന്റെയും കൂടെ പരിഹാരത്തിന് നിൽക്കേണ്ടി വരുന്നുണ്ട് പലയിടത്തും. മനസ്സിലാകുന്നുണ്ടോ? അതിന് ഒരു ദൈവവൈതലിന്റെ കത്തത്തിന് വേണ്ടി അനേകരുടെ വസ്ത്രം പിടിച്ചിരിക്കുന്നവനൊക്കെ സൂക്ഷിച്ചോണം. ഹല്ലേലൂയ. അനേകര് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വിരുദ്ധമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന, ശ്രദ്ധിക്കേണ്ട കാര്യം, സ്തേഫാനോസ് ആ സ്പെസിഫിക് ടൈമിൽ ഉപയോഗിക്കപ്പെടുന്നവരാണ്, അല്ലേ? ആ സ്പെസിഫിക് ടൈമിൽ ഉപയോഗിക്കപ്പെടുന്നതാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോ ഈ പറയുന്ന ശദ്രക്കും മേശക്കും അബേദ്നെഗോവും അവരാ സ്പെസിഫിക് ടൈമിലേക്ക്, അത് അവരുടെ നാഴികയാണത്, അവരുടെ സമയമാണത്. അവിടെ വേറെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അപ്പോൾ ചിലരുടെ വിഷയത്തിൽ ദൈവം വളരെ ചില വിഷയത്തിൽ ചിലരെ ചില കാലഘട്ടത്തിൽ നിയോഗിക്കുമ്പോൾ അതിനോട് എതിർക്കരുത്, എതിർക്കുന്നവരുടെ വസ്ത്രം പിടിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഈ വിഷയങ്ങൾ ഇടപെടുന്നോണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ആരുടെയെങ്കിലും വസ്ത്രം കിടപ്പുണ്ടെങ്കിൽ എടുത്തു കളഞ്ഞോണം. നമ്മൾ ആരുടെ വസ്ത്രം ചുമക്കാനും പോയേക്കരുത്. സ്തേഫാനോസിന് നേരെ നിൽക്കരുത്, സ്തേഫാനോസിന് നേരെ നിൽക്കരുത്. വായിച്ചാട്ടെ. സ്വതന്ത്രം. ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. കണ്ട, ശത്രുപക്ഷത്ത് വെല്ലുവിളിക്കുന്നവന്റെ പേര് പറയാൻ മടിക്കുന്നില്ല. ബഹുമാനം എടുത്ത് കളഞ്ഞു. ഒന്നാമത് ചെയ്ത കാര്യം ബഹുമാനം എടുത്ത് കളഞ്ഞു.
നീ തീ ഉണ്ടാക്കുന്ന തീയിൽ നിന്നും നിന്നിൽ നിന്നും വിടുവിക്കും. നമ്മൾ പലപ്പോഴും പറയാം തീയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാ പറയുന്നുണ്ട്. പിന്നെ ഞാൻ നിനക്ക് അടിമ. അതല്ല, തീയിൽ നിന്നും വിടുതല്, നിന്നിൽ നിന്നും വിടുതല്. ആമേൻ. അതാണ് തിരിച്ചറിയേണ്ടത്. രണ്ടുപേരിൽ നിന്നാ വിടുതൽ ആവശ്യപ്പെടുന്നത്, അല്ലേ? വായിച്ചേ. ആ, വിടുവിക്കും. അല്ലെങ്കിലും അവിടെയാണ് വിഷയം കിടക്കുന്നത്. അല്ലെങ്കിലും. ഇനി നടന്നില്ലെങ്കിലോ എന്ന് ചോദിക്കുന്ന ഒരു അവിശ്വാസത്തിന്റെ ശബ്ദം നെബൂഖദ്നേസറിന്റെ ഹൃദയത്തിലില്ലേ? ഒന്നും നടക്കാതെ വന്നത് എന്നായി വിടാന്ന്. അവിടെയാണ് പിടിക്കേണ്ടത്. ഒന്നും നടന്നില്ലെങ്കിലും ഞാൻ നിനക്ക് കീഴടങ്ങുമെന്ന് വിചാരിക്കണ്ട. ഇത് പറയുവാൻ മൺപാത്രത്തിൽ പകരപ്പെട്ടിരിക്കുന്ന ഉയരത്തിലെ അത്യന്ത ശക്തിക്ക് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവശക്തി പ്രാപിച്ചവർക്ക് മാത്രമാണ് ഈ വിധത്തിലുള്ള അധികാരങ്ങൾക്കെതിരെ നിൽക്കുവാൻ കഴിയത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ സാധിക്കത്തില്ല. സാധിക്കത്തില്ലെന്ന് പറഞ്ഞാൽ സാധിക്കത്തില്ല. ഹല്ലേലൂയ. നെബൂഖദ്നേസറിന്റെ കീഴിൽ ബാബിലോണിന്റെ ഉപ്പും ചോറും നിന്നുകൊണ്ടിരിക്കുന്നവൻ അതിനെതിരെ സംസാരിക്കുന്നത് ശരിയാണോ എന്ന് ലോകം ചോദിച്ചാൽ അതിനെതിരെ സംസാരിക്കുകയും മാത്രമല്ല, നീ എന്നെ വിടുവിച്ചില്ലെങ്കിൽ ഞാൻ എന്നെ സേവിക്കത്തില്ലെന്ന് പറയുന്നതാണ് അത്യന്ത ശക്തിയുടെ പ്രത്യേകതകൾ. വായിച്ചേ. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്ന് ആ ഉത്തരം വളരെ പ്രത്യേകതയുള്ളതാണ്, അല്ലേ? സ്വതന്ത്രം. ഹല്ലേലൂയ. അതായത് ഞങ്ങളിൽ പ്രത്യേകിച്ച് ആശയൊന്നും വെക്കേണ്ടത്, ഞങ്ങളില് പ്രത്യേകിച്ച് ഒരാശയും പൊന്നു നെബൂഖദ്നേസറേ നീ വെക്കണ്ട. നിന്റെ രൂപമൊന്നും എനിക്ക് വിഷയമല്ല. അങ്ങനെ ആരാ പറയാൻ സാധിക്കുന്നത്? അങ്ങനെ ആർക്കാ പറയാൻ സാധിക്കുന്നത്? അകത്തൊരുവൻ ഇരിക്കുന്നതിൽ മാത്രമേ അത് കാണുവാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വന്തം ദേവന്മാർക്ക് വെളിപ്പെടാതെ കിടക്കുന്ന മർമ്മങ്ങൾ വെളിപ്പെടുന്ന ഒരു നാമവും ഒരു കൃപയും ഒരുവരിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് മാത്രമാണത്. ആ പരിശുദ്ധാത്മാവ് വസിക്കുന്നവനിൽ അസാധാരണ ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്തും. അത് ദൈവത്തിന്റെ നീതിയാണത്. ഹല്ലേലൂയ. പുതിയ നിയമത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ എടുത്ത സ്തേഫാനോസിന്റെ ചരിത്രത്തിലേക്ക് വന്നാൽ ഹല്ലേലൂയ നമ്മളവിടെ കാണുന്നു. അതിന്റെ 7-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം, നമ്മളവിടെ കാണുന്ന ഒത്തിരി കാര്യമുണ്ട്. നമ്മളൊരു പ്രസംഗത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഒരു പ്രസംഗം നമ്മൾ കേൾക്കുമ്പോൾ സ്തേഫാനോസിന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ സ്തേഫാനോസിന്റെ പ്രസംഗമാണ് അവിടെ. സ്തേഫാനോസിന്റെ പ്രസംഗം, സ്തേഫാനോസ് പ്രസംഗിക്കുമ്പോൾ താൻ എടുക്കുന്ന ഓരോ വ്യക്തികൾ, സംഭവങ്ങൾ, പശ്ചാത്തലങ്ങൾ, ആ പശ്ചാത്തലങ്ങൾ, സന്ദർഭങ്ങൾ, വ്യക്തികൾ എങ്ങനെ സ്തേഫാനോസിനെ സ്വാധീനിച്ചു എന്നത് അവൻ വെളിപ്പെടുത്തുന്ന വിഷയത്തിന്റെ ആ നിലവാരങ്ങൾ അനുസരിച്ചാണ്. അതായത് നമ്മൾ ഈ പ്രസംഗത്തിന്റെ അകത്ത് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ 7-ാം അധ്യായത്തിൽ സ്തേഫാനോസ് യഹൂദന്മാരോട് പ്രസംഗിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവിടെ ഒരു ഉദ്ധരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആരെയാണെന്നറിയാവോ? മോശേനെ. ആമേൻ. മോശേനെ വളരെ ശക്തമായി അവിടെ ഉദ്ധരിക്കുന്നത് 7-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അവിടെ വായിക്കുമ്പോൾ 7-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിന്റെ സ്വത്രം അതിന്റെ 22 മുതൽ വായിച്ച് 7-ന്റെ 22 മുതൽ. മോശെ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു വാക്കിലും പ്രവൃത്തിയാലും സമർത്ഥനായി. അപ്പോൾ ശ്രദ്ധിക്കണം, അത് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ സ്തേഫാനോസിന്റെ ഹൃദയത്തിൽ മൺപാത്രത്തിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് അവന്റെ വായിൽ കൊടുത്ത വചനങ്ങൾക്ക് പൂർണ്ണത കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വചനം ശ്രദ്ധിച്ചോ. അവിടെ എന്താണ്? മോശയ്ക്ക് അവൻ മോശയുടെ പ്രവൃത്തിയിൽ, അതായത് മിസ്രയീമിൽ സകല ജ്ഞാനം അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. അടുത്തത് അവന് 40 വയസ്സ് തിരിയാറായപ്പോൾ ഇസ്രായേൽ മക്കളായ തന്റെ സഹോദരന്മാരെ ചെന്നു കാണണം മനസ്സിൽ തോന്നി.
തോന്നി. എന്ന് പറഞ്ഞാൽ എന്താ? യഹൂദന്മാരെ, യേശു ക്രിസ്തു നിങ്ങളുടെ മുമ്പിൽ രക്ഷകനും വീണ്ടെടുപ്പുകാരനായി വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളുടെ പാരമ്പര്യ ചിന്തകളും അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ എല്ലാവിധ ചട്ടക്കൂടുകളും നിങ്ങളെ രക്ഷിക്കപ്പെടുന്നതിൽ നിന്ന് നിങ്ങളെ ഒഴിച്ചു നിർത്തുകയാണ്. അതുകൊണ്ട് സ്തേഫാനോസ് യഹൂദ ജാതിയോട് സംസാരിക്കുമ്പോൾ ഏത് വിധത്തിൽ ഏതുപോലെ അതിന്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 40-ാമത്തെ വയസ്സിൽ മോശ തന്റെ ജനത്തെ ചെന്ന് കണ്ടതുപോലെ. വായിച്ചേ. അവന് 40 വയസ്സ് തികയാറായപ്പോ ഇസ്രായേൽ മക്കളായ തന്റെ സഹോദരന്മാരെ ചെന്നു കാണണമെന്ന് മനസ്സിൽ തോന്നി. അവരിൽ ഒരുത്തൻ അന്യോന്യമല്ല, ശരിക്കും നോക്ക്. അന്യായം ഏൽക്കുന്നത് കണ്ടിട്ട് തുണത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അന്യായങ്ങൾ നടക്കും കേട്ടോ. സത്യവചനം വെളിപ്പെടുന്നില്ലെങ്കിൽ അന്യായങ്ങൾ നടക്കും. മനസ്സിലാകുന്നുണ്ടോ? അന്യായം ഏൽക്കുന്നത് കണ്ടിട്ട് അവന് തുണ നിന്നു. മിസ്രൈമിനെ അടിച്ചു കൊന്നു. പീഡിതന് വേണ്ടി പ്രതിക്രിയ ചെയ്തു. ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകും എന്ന് ശ്രദ്ധിച്ചേ. എന്ന് അവൻ നിരൂപിച്ചു. ശ്രദ്ധിക്കണം, അവിടെ മോശ പറയുന്ന കാര്യമാണ്. താൻ മിസ്രൈമിനെ അടിച്ചു കൊന്നു കഴിയുമ്പോൾ ഈ ജനം മനം തിരിയും. ശ്രദ്ധിക്കണം, ഇത് പറയുന്ന സ്തേഫാനോസ് മിനിറ്റുകളും അല്പ മിനിറ്റുകൾ കഴിയുമ്പോൾ ലോകത്തിൽ നിന്ന് യാത്ര പറയാൻ പോവുകയാണ്. കാരണം എന്നാ? ഈ മോശയെ മിസ്രൈമിൽ വെച്ച് മിസ്രൈമിനെ മോശ അടിച്ചു കൊന്നപ്പോൾ അത് ഗ്രഹിക്കാതിരുന്നതിന്റെ വല്യപ്പന്മാരുടെ മക്കൾ തന്നെയാണ് നീ എന്ന് പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു കാര്യം സത്യമാ, നമ്മുടെയൊക്കെ പശ്ചാത്തലവും പൂർവ്വ കാലഘട്ടവും ഏതൊരു വ്യക്തിയെയും സ്വാധീനിക്കും. മനസ്സിലായോ? സ്വാധീനിക്കും. രക്ഷിക്കപ്പെട്ട് ദൈവാത്മാവിൽ നടക്കുന്ന സ്തേഫാനോസാണ് നീയെങ്കിൽ നീ അവർക്ക് ബോധം വരുത്താനാണ് മൺപാത്രത്തിൽ അത്യന്ത ശക്തി സ്വർഗം പകർന്നിരിക്കുന്നത്. ആമേൻ. അത്യന്ത ശക്തി പകർന്നിരിക്കുന്നത് നീ അവർക്ക് ബോധം വരുത്തണം. അതാണ് ദൈവത്തിന്റെ പദ്ധതി. വായിച്ചേ. വായി ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകും എന്ന് സഹോദരന്മാർ ഗ്രഹിക്കും എന്നവൻ നിരൂപിച്ചു. ഞാൻ ആ വാക്യം അവിടെ വായിക്കുന്നത് സ്തോത്രം അതിന്റെ എത്രാം വാക്യവാ? 25 വായിക്കുന്നത്. പിറ്റേന്നാൾ അവർ കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അടുക്കൽ വന്ന് പുരുഷന്മാരെ, നിങ്ങൾ സഹോദരന്മാരല്ലോ, തമ്മിൽ അന്യായം ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തുവാൻ നോക്കി. എന്നെ ഇവിടെ വളരെ സ്വാധീനിക്കുന്ന ഒരു കാര്യം എന്നാണെന്നറിയാമോ? മോശ സംസാരിക്കുന്നത് വളരെ സ്റ്റാൻഡേർഡോടുകൂടിയും അവന്റെ നിയമങ്ങളെ കുറിച്ചും അവന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിച്ചും അല്ലെങ്കിൽ ഇവർക്ക് ലഭിക്കേണ്ട സ്വാതന്ത്ര്യ ബോധത്തിലാണ് ആര് സംസാരിക്കുന്നത്? മോശ സംസാരിക്കുന്നത്. എന്നാൽ ആ സ്വാതന്ത്ര്യ ബോധമില്ലാതെ 430 വർഷത്തോളം കിടന്ന് അടിമ ജീവിതത്തിൽ കിടക്കുന്നവന് എന്ത് വ്യക്തി സ്വാതന്ത്ര്യം? അതിന്റെ തെളിവേതാണെന്നറിയാമോ? നമ്മൾ എന്താ വായിച്ചു തുടങ്ങിയ വാക്യം? 7-ന്റെ സ്തോത്രം അവിടെ വായിക്കുന്നത് 7-ന്റെ സ്തോത്രം 7-ന്റെ 23 അല്ലെ 22. മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനും വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നവനാണ് ഒരുവന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ബോധം പറഞ്ഞു കൊടുക്കാനുണ്ടാവത്തുള്ളൂ. പിടികിട്ടിയോ? ആളുകളെയോ ഒരുവന് മറ്റൊരുവന് ഉപദേശിക്കണമെന്നുണ്ടെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യം നിനക്ക് ലഭിക്കേണ്ട നിന്റെ അവകാശത്തെ കുറിച്ചുള്ള ബോധം അവന് കൊടുത്തപ്പോ അത് പ്രാപിക്കാനുള്ള ബോധമില്ല. 430 വർഷത്തെ അടിമ ബന്ധനം അവന്റെ ബുദ്ധിയെ മരപ്പിച്ചു കളഞ്ഞു. അപ്പോ ഇതാരുടെ ഹൃദയത്തിലുണ്ടെന്ന് അറിയാമോ? ഇത് സ്തേഫാനോസിന്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ ഈ ജനത്തോട് പറഞ്ഞാലും ഈ ജനം മാനസാന്തരപ്പെടത്തില്ല, ഈ ജനം അത് ഗ്രഹിക്കത്തില്ല, ഈ ജനം ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയോട് എതിർത്ത് നിൽക്കും. ഹല്ലേലൂയ. അപ്പോൾ ആ സ്വഭാവമുള്ളവർ ഒരിക്കലും
മൺപാത്രത്തിൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ഗുണം, അതിന്റെ മണം, അതിന്റെ രുചി, അതിന്റെ തലങ്ങൾ ഒരിക്കലും അനുഭവിക്കുകയുമില്ല. അല്ലേ? കണ്ടോ, അഭിഷേകത്തെ തടുക്കുന്നത് എന്താണെന്നറിയാവോ? ഇത് തന്നെയാണ് വിഷയം. ഈ മൺപാത്രത്തിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ലഭിക്കാത്തത്? അല്ലെ, മൺപാത്രത്തിൽ ഈ അഭിഷേകത്തിന്റെ കൃപ ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? മനസ്സിലാക്കുന്നത് സത്യവും നീതിയും ആത്മാവിന്റെ ഫലങ്ങൾക്കായിട്ട് വാഞ്ചിക്കുന്നവർ മാത്രം. ശത്രുക്കൾ മേശക്ക് അഭേദവും പറയുന്ന നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ ഒരു സംസാരം വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? ഈ കാര്യത്തിൽ ഒരു സംസാരം വേണ്ട. അപ്പോൾ നിലപാടുകൾ എപ്പോഴും വ്യക്തമായിരിക്കും. വായിച്ചേ. ആമേൻ. പരിശുദ്ധാത്മ തരുന്നെന്ന് പറയാം. എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ അവനെ ഉന്തിക്കളയും. ഇത് ശ്രദ്ധിക്കണേ. ഇത് മനസ്സിലായോ? മിസ്രൈമിലെ ഇവരെല്ലാം അപ്പുറത്ത് ചങ്ങലയിട്ട് എന്താ പറയുന്ന ഊഴിയ വേല അല്ലേ, ചെയ്യുന്ന ജോലിക്ക് ഭക്ഷണം കിട്ടും. ഇതാണ് പരിപാടി. അപ്പൊ ഇതും ചെയ്ത് അവിടെ കിടക്കുക ഇവരെല്ലാം. ഇവർ ഈ തീറ്റയിൽ നിന്ന് എന്നും അടിമപ്പണി 430 വർഷം കിടക്കുകയാണ്. ഇവർക്ക് രക്ഷപ്പെടാനുള്ള വഴി അറിയാൻ മേല, പോകാനുള്ള കാര്യം അറിയത്തില്ല, വാക്തത്വം മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിലും സ്വഭാവം ഇതാണ്. എങ്ങനെ രക്ഷിക്കും? പറയുക, എങ്ങനെ രക്ഷിക്കും ഈ ജനത്തെ? കാര്യം, മോശ ഇത്ര വലിയൊരു കാര്യം ചെയ്തപ്പോ ജനം ഗ്രഹിക്കുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇവരുടെ ബുദ്ധി മരച്ചു കിടക്കുന്നത് ആരെ കൊണ്ട് തിരിക്കാൻ പറ്റും? ആരെ കൊണ്ട് ഇവരുടെ മനസാക്ഷിയെ തിരിക്കാൻ പറ്റും? ഇവരുടെ ചിന്താഗതിയെ തിരിക്കാൻ ആർക്ക് പറ്റും? ഇത് സ്തേഫാനോസിനറിയാം. ഇത് സ്തേഫാനോസിനറിയാം. എന്നെ കേൾക്കുന്ന ഓഡിയൻസ്, എന്നെ കേൾക്കുന്ന ജനം ഒരിക്കലും ഇത് ഗ്രഹിക്കാൻ പ്രാപ്തമല്ലവര്. കാര്യം 430 വർഷത്തെ അടിമ ചങ്കല അവന്റെ പ്രാണനോട് ചേർന്ന് കിടക്കുകയാണ് ഇപ്പൊ. മനസ്സിലായോ? അവന്റെ മനസ്സിനോടും പ്രാണനോട് ചേർന്ന് കിടക്കുകയാണ്. തീരുന്നെങ്കിൽ ഈ ബാബിലോൺ കൊണ്ട് തീരുമെന്ന് പറയുമ്പോൾ മിസ്രൈമിന്റെ ശക്തികളെ ഭേദിച്ചുകൊണ്ട് പുറത്തു വരുവാൻ തക്കവണ്ണം ദൈവാത്മാവ് മോശയിൽ ഇടപെട്ടപ്പോൾ നെബൂഖദ്നേസറിന്റെ നേർക്ക് പറയുവാൻ തക്കവണ്ണം ശത്രുവിന് മേൽ ദേശത്തിന് മേൽ അബേദ്നെഗോവിന്റെ മേലും ദൈവാത്മാവിന്റെ കൃപ വ്യാപരിക്കുവാനിടയായി തീർന്നു. അപ്പോൾ ചിലതിനെ വിട്ടു പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ദൈവാത്മാവിന്റെ ശക്തി ഇടപെട്ടേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മള് ഇത് വായിക്കുമ്പോ തുറന്നു വായിച്ചേ. കണ്ടോ, കൂട്ടുകാരനോട് അന്യായം ചെയ്യണം. ശ്രദ്ധിക്കണേ, നമ്മളുടെ വിശ്വാസകോണത്തിലും സത്യം വെളിപ്പെടുത്തുന്നവൻ സത്യം വെളിപ്പെടുത്തി വരുമ്പോൾ അന്യായം പ്രവർത്തിക്കുന്നവൻ മിസ്രൈമിൽ ഇരിപ്പുണ്ടെങ്കിൽ അവൻ പറയുന്ന എന്നാണെന്നറിയാമോ? നീ ഇവിടെ ന്യായം ഒന്നും പറയണ്ട, നീ ഇവിടെ കാര്യമൊന്നും പറയണ്ട, നീ ഇവിടെ ഒന്നും പറയണ്ട. മനസ്സിലാവുന്നുണ്ടോ? ഈ മറ്റൊരുവന് ന്യായം പ്രവർത്തിക്കുന്നവന്റെ ന്യായത്തെ നീതിയെ മറിച്ചു കളയുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം. ഹല്ലേലൂയ, നിന്റെ കയ്യിൽ ആരുടെയൊക്കെയോ വസ്ത്രം ഇരിപ്പുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആരുടെയൊക്കെയോ വസ്ത്രം ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. നീ അലറി അടുക്കുന്നത് നീതിക്ക് നേരെയാണ്. നീ മുള്ളിന് നേരെ ഉദയ്ക്കുന്നവന്മാരുണ്ട്. ഹല്ലേലൂയ. മുള്ളിന് നേരെ ഉദയ്ക്കുന്ന സ്വഭാവം. ആമേൻ. വായിച്ചാട്ടെ. ഉന്തിക്കളഞ്ഞു. നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവും ആക്കിയതാര്? ഹല്ലേലൂയ. നിന്നെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, തലേ ദിവസം പറയേണ്ട ഡയലോഗ് എന്താണോ നീ ഇന്ന് പറയുന്നേ? സ്വതന്ത്രം മിസ്രൈമിനെ അടിച്ചു വന്നപ്പോൾ ചോദിക്കാതിരുന്നത് എന്താ? നീ തന്നെ ഞാൻ ന്യായകർത്താവും അധികാരിയും ആക്കിയത് ആരാന്ന് ചോദിക്കാതിരുന്നത് എന്നാ? കാരണം ഗുണം വരുന്നെങ്കിൽ അനുഭവിക്കാൻ റെഡി, ദോഷം വരുന്നെങ്കിൽ ഞാൻ അത് വഹിക്കാൻ റെഡിയല്ല. ഗുണമാണെങ്കിൽ ഞാൻ റെഡിയാണ്, നഷ്ടം വരുന്നതാണെങ്കിൽ നോ. ഇതാണ് ഇന്ന് അനേകരുടെ തകർച്ചയുടെ കാരണം. കർത്താവായ യേശുക്രിസ്തു ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്ത്? ഹല്ലേലൂയ. നിന്റെ അത് പുതപ്പെടുത്ത് കളയുന്നവന് നിന്റെ വസ്ത്രവും തടുക്കരുത്. എന്തുകൊണ്ടാ? ഇന്ന് അനേകരും നഷ്ടങ്ങൾക്ക് തയ്യാറല്ല. നഷ്ടം വരുന്നത് സ്വത്രം ഒരു അപമാനമായിട്ടോ അല്ലെങ്കിൽ ബുദ്ധിശൂന്യതയായിട്ടോ എണ്ണുകയാണ്. മനസ്സിലാക്കണേ, ഇത് ബുദ്ധിമാന്മാരുടെ മാർഗമാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൻ നിങ്ങൾ നടത്തപ്പെടുന്ന വിധത്തിൽ നീ ചലിച്ചേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. എന്താണ് ഈ ഭാഗം വായിച്ചത്? വായിച്ചേ. നിന്നെ ഞങ്ങൾക്ക് നിന്നെ ഞങ്ങൾക്ക് ന്യായകർത്താവും അധികാരിയും ആക്കിയത് ആരാണ്?
മിസ്രയീമിനെ കൊന്നതുപോലെ. കണ്ടോ? അപ്പോൾ ശ്രദ്ധിക്കണം, ഒരു നന്മ ചെയ്തപ്പോൾ ആ നന്മയെ വളച്ചൊടിക്കുന്നത് കൊണ്ട് എങ്ങനെയാണ്? തലേ ദിവസം അടികൊണ്ട് കിടക്കുന്ന ഇസ്രായേൽ മകളിലെ ഒരു വ്യക്തിക്ക് വേണ്ടി മിസ്രയീമിനെ അടിച്ചു കൊന്നത് അവന് ഗുണമായി തീർന്നത് അവൻ ദോഷമായി സംസാരിക്കുന്ന ഇസ്രായേൽ മക്കൾ. അപ്പോൾ മനസ്സിലാക്കണം, ദൈവജനമാണെങ്കിലും നന്മ ലഭിച്ചിട്ട് തിന്മയാക്കി പറയുന്നവനെല്ലാം സൂക്ഷിച്ചോണം കേട്ടോ. ഹല്ലേലൂയ. തിന്മയായി പറയുന്നവരുണ്ട്, നന്മ അനുഭവിച്ചിട്ട് തിന്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നവര്. ഹല്ലേലൂയ. കർത്താവ് അന്യായമൊന്നും എല്ലാ കാലത്തും കണ്ടോണ്ടിരിക്കത്തില്ല. കർത്താവ് അതിനൊക്കെ ചെവിക്ക് പിടിക്കുന്ന സമയമുണ്ട്. എല്ലാ കാലത്തും കുറെ പേര് ഇങ്ങനെ കുത്തിയിരുന്നുകൊണ്ട് നഷ്ടം വരുത്താനും കഷ്ടം വരുത്താനും അപമാനം വരുത്താനും എതിർപ്പ് പ്രകടിക്കുവാനോ, മറ്റൊരു വശത്ത് കടന്നുകൊണ്ട് താൻ ചെയ്ത പ്രവർത്തികൾക്ക് നന്മ കാണുമെന്ന് വെച്ച് മോശം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവന് നഷ്ടവും കഷ്ടവും ഇല്ലായ്മയും വരട്ടെന്ന് വിചാരിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നൊന്നും സ്വർഗം അംഗീകരിക്കത്തില്ല കേട്ടോ. ദൈവം പ്രതികരിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവം പ്രതികരിക്കുന്ന ഒരു ദിവസമുണ്ട്. വായിച്ചേ. സ്തോത്രം. അപ്പോൾ ഇതെല്ലാം സ്തേഫാനോസിന്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. മോശ ചെയ്ത കാര്യങ്ങൾ, മോശയിലൂടെ വന്ന കാര്യങ്ങളെല്ലാം വളരെയേറെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ആമേൻ. വായിച്ചേ, ഇനി വായിക്കാം. ഈ വാക്ക് കേട്ടിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, ഓടിപ്പോയി. ഇതാരാ ഈ പറഞ്ഞത്? ആരാ? അല്ല, ഇത് പറഞ്ഞത് സ്തേഫാനോസാണ്. ആരുടെ വാക്ക് കേട്ടപ്പോഴാണ് മോശം ഓടിപ്പോയത്? അല്ല. സ്തോത്രം. ഇസ്രായേൽ മക്കളല്ലേ പറഞ്ഞേ? സ്തോത്രം. പൊട്ടത്തരം പറയാതെ. ഇസ്രായേൽ മക്കളായി അടിമത്തത്തിൽ കിടന്ന ഒരുവൻ അവന്റെ അഡ്രസ്സും വേറൊന്നും ഇല്ല. അവൻ പറഞ്ഞത് എന്താണ്? സ്തോത്രം. എന്താ അവരോട് പറഞ്ഞേ? മോശയോട് പറഞ്ഞു, ഇന്നലെ മിസ്രയീമിനെ അടിച്ചു കൊന്നതുപോലെ ഇന്ന് ഞങ്ങളെയും കൊല്ലുവാൻ പാപമോ? അപ്പോൾ ഈ വാക്ക് കേട്ടപ്പോൾ സ്തോത്രം മോശ ഓടിപ്പോയി. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഈ സമൂഹത്ത് നാവിൽ കൃപയില്ലാത്തവന്റെ വാക്ക് കേൾക്കുമ്പോൾ അഭിഷേകമുള്ളവൻ ഓടിപ്പോകുന്ന ചില അനുഭവങ്ങളുണ്ട്. അല്ലേ? അപ്പുറത്ത് നമ്മൾ നോക്കുമ്പോൾ ഏലിയാവിനെ കാണുന്നുണ്ട്. ഇതിന്റെ അതേ അവസ്ഥ അവിടെ കാണുന്നത്. ഹല്ലേലൂയ. ബാലിന്റെ പ്രവാചകന്മാരെ, അശേരയുടെ പ്രവാചകന്മാരെല്ലാം വെട്ടി പീസ് ആക്കി ഇട്ടു. അല്ലേ? എന്റെ ഭാഷയെ പറഞ്ഞ പിറ്റേ ദിവസം, തലേ ദിവസം നടന്നു, പിറ്റേ ദിവസം നമുക്ക് അങ്ങനെ ചിന്തിക്കാം. പിറ്റേ ദിവസം വന്ന് സ്തോത്രം ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് ആഹാബ് ഇസബെല്ലിനോട് പറയാ, എടി നീ കൊണ്ടുവന്ന കുറെ പ്രവാചകന്മാരില്ലേ അവിടെ, അശേരയുടെയും ബാലിന്റെ ഒക്കെ. പറഞ്ഞ അവന്മാരെ എല്ലാം ഇന്നലെ ഞങ്ങളുടെ യഹോവയുടെ പ്രവാചകൻ ഏലിയാവ് എല്ലാത്തിനും ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു. എന്റെ ഭാഷയിലാ പറയുന്നത്. അല്ലേ? അപ്പൊ അങ്ങനെ വന്നപ്പോ എന്ത് സംഭവിച്ചു? ഈ സ്തോത്രം ഇസബെൽ ഒരു തീരുമാനം എടുത്ത തീരുമാനം ഇതാ, ആ മരിച്ചുപോയ അറുക്കപ്പെട്ട ഒരു വ്യക്തിയെ പോലെ നാളെ ഏലിയാവിന്റെ പ്രാണനെ ഞാൻ ആക്കുമെന്ന്. ഒരു നമ്മളെ ഭാഷയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേനാക്കത്തി എടുക്കാൻ പോലും കെൽപ്പില്ലാത്തവളുടെ നാവിന്റെ ശക്തി കണ്ടോ? അല്ലേ? ഒരു പേനാക്കത്തി പോലും എടുത്തിട്ടില്ല ഇവള്. പക്ഷെ ഇവളുടെ വായിലെ അതാണ് ചിലരുടെ നാവിന്, യാക്കോബ് ഇത് കണ്ടിട്ട് അവിടെ ചിലർക്കുടെ വായിലെ നാവിന്റെ പ്രത്യേകത. അതുകൊണ്ട് നരകത്തിലെ തീ കൊണ്ട് തീ പിടിപ്പിക്കുന്നവരുണ്ട്. അല്ലേ? നാവിന് അങ്ങനെ ഒരു കൃപയുണ്ട്. അല്ലെ? അങ്ങനെ ഒരു ശക്തിയുണ്ട്. നാവിൽ ആവശ്യമില്ലാത്തത് പറഞ്ഞ് അവിടെ രംഗം വഷളാക്കുന്ന ചില ജീവിതങ്ങൾ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഒരുത്തൻ പറഞ്ഞു, ഇന്നലെ മിസ്രയീമിനെ അടിച്ചു കൊന്നതുപോലെ നീ എന്നെ അടിച്ചു കൊല്ലാനാണെന്ന് ചോദിച്ചപ്പോൾ മോശയുടെ ഉള്ളം കീറിപ്പോയി. ദൈവമേ, നന്മയ്ക്കായിട്ട് ഇവർക്ക് ചെയ്തപ്പോ ഇവരിത് തിന്മയായിട്ട് കണ്ട് എനിക്ക് ദോഷം വരുത്തുന്നവരാണോ ഇത്? അതെ, അവർ യാക്കോബിന്റെ മക്കൾ തന്നെയാ. അല്ലേ? ഏശാവിനെ സ്തോത്രം ഒറ്റിക്കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നില്ലേ? ഉപായി അവരുടെ മക്കൾ വന്നത്. എല്ലാ നന്മ അനുഭവിക്കും, തക്ക സമയത്ത് ഒറ്റിക്കൊടുക്കും, തക്ക സമയത്ത് വഞ്ചിക്കും, തക്ക സമയത്ത് എതിർത്തു നിൽക്കും. ഹല്ലേലൂയ. നന്മ കണ്ടാലും അത് തിന്മയായി പറയും. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ എത്ര മധുരമായിരുന്നാലും അതെല്ലാം കയ്പാന്ന് പറയുന്ന ഒരു ജീവിതമാണ് അടിമ ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഈ പുറമെ കഷ്ടത വരുമ്പോഴേ നമ്മൾ കുറച്ചും കൂടെ എളിമ പ്രാപിക്കും, ന്യായവും നീതിയെ കുറിച്ചുള്ള ബോധം വരും. അതൊക്കെ വെറുതെയാ. കഷ്ടതയുടെ കഠിന ശോധനയിൽ കിടക്കുന്ന ഇവന്മാർ ഒറ്റ എണ്ണം എളിമ പ്രാപിച്ചില്ല. പ്രാപിച്ചോ? താഴ്മ വന്നോ? ഇല്ലല്ലോ. ഇവരാരാ? മോശ ആരാ?
അങ്ങ് മിസ്രൈമിന്റെ യൂണിവേഴ്സിറ്റി പഠിച്ച് അവിടുന്ന് പഠിച്ച് എല്ലാ നിലവാരവും അടുത്ത ഫറോയാകാനുള്ള യോഗ്യതയുള്ളവനാ വന്ന് നിൽക്കുന്നത്. അവനോട് ആ മാന്യതയുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, നെബൂഖദ്നേസറിനോട് ശത്രുക്കും മേശക്കും അഭേദനവും ഭക്തി നിമിത്തം നെബൂഖദ്നേസറിനെ മുഖം നോക്കാതെ മറുപടി പറഞ്ഞെങ്കിൽ, അത് ദൈവകൃപയാൽ അങ്ങനെ പറഞ്ഞെങ്കിൽ, ഇവിടെ ദൈവകൃപയില്ലാത്തവൻ ദൈവകൃപ പ്രാപിച്ചവരോട് പറയുന്ന മറുപടി കേട്ടോ, നന്മ അനുഭവിച്ചിട്ടും അത് തിന്മയാന്ന് പറയുകയാണ്. അപ്പോൾ ഇത് യഹൂദന്മാരോട് സുവിശേഷം പറയുമ്പോൾ ഇവരിൽ നിന്ന് വരുന്ന പ്രതിഫലം, ഇവരിൽ നിന്ന് വരുന്ന പ്രതികരണം ഈ വിധത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഇവരിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല സ്തേഫാനോസ്. കാര്യം ഇതൊക്കെ പറയുമ്പോഴും മനസ്സിലാക്കണം, താൻ മരണത്തിലേക്ക് നടന്നു നീങ്ങുകയാണെന്നോ മനസ്സിലാക്കുകയാണ്. നമ്മളൊരു സമൂഹത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ആരോട് പ്രസംഗിക്കുന്നോ അവരുടെ മേഖലകൾ, അവരുടെ അവസ്ഥകൾ, ആത്മീക തലങ്ങളെ നമ്മൾ വിവേചിക്കുമ്പോൾ അറിയാം ഇവർ എത്രത്തോളം ഉഗ്രന്മാരാണെന്ന്. വായിച്ചാട്ടെ, തുടർന്ന് വായിച്ചാട്ടെ. ഈ വാക്ക് കേട്ടിട്ട് മോശെ ഓടിപ്പോയി ദേശത്ത് ചെന്നു പാർത്തു. അവിടെ 2 പുത്രന്മാരെ ജനിപ്പിച്ചു. 40 ആണ്ട് കഴിഞ്ഞപ്പോൾ സീനായി മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപടർപ്പിലെ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. ശ്രദ്ധിക്കണം, 40-ാം വയസ്സിൽ ഓടിപ്പോയ മോശ വീണ്ടും 40 വർഷം, വയസ്സ് 80. പച്ചയ്ക്ക് പറഞ്ഞാൽ ഇവൻ സെറ്റിലായ വ്യക്തിയായിപ്പോ, അല്ലേ? മക്കളായി, സമ്പത്തായി, ഇനിയിപ്പോ അവരോഹണത്തിന്റെ ടൈമാ, അല്ലേ? ആരോഹണം കഴിഞ്ഞിപ്പോ അവരോഹണത്തിന്റെ ടൈമാ, അല്ലേ? ഡിസെൻഡിങ്, അസെൻഡിങ് കഴിഞ്ഞിപ്പോ ഡിസെൻഡിങ്, ഇങ്ങനെ വരിക. അങ്ങനെ വരുന്ന സെറ്റിലായിരിക്കുന്ന മോശയോട് പറയുക, മകനെ നീങ്ങുക, ഞാൻ നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട്, അല്ലേ? വായിച്ചേ. 40 ആണ്ട് കഴിഞ്ഞപ്പോൾ സീനായി മലയുടെ മരുഭൂമിയിൽ പ്രത്യക്ഷനായി. കണ്ടോ, 40 വർഷത്തെ അവന്റെ ദൈവവുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സ്തോത്രം, ഇവിടെ പ്രവാചകനായിരുന്ന മോശ ഇവിടെ എടുത്തിരുന്ന 40 വർഷത്തിൽ ഒന്നും സംഭവിച്ചതായിട്ട് പറയുന്നില്ല. ഇപ്പോൾ ഇത് ദൈവത്തിന്റെ ആവശ്യമാണ്. ശ്രദ്ധിക്കണം കേട്ടോ, ദൈവ വേല ദൈവത്തിന്റെ ആവശ്യമാണ്, നിന്റെ ആവശ്യമാകരുത്. ശുശ്രൂഷ ദൈവത്തിന്റെയാ, നിന്റെ ആകരുത്. ഞാൻ പോയ കുറെ പ്രസംഗിച്ചാലൊന്നും ഒന്നും നോക്കാൻ പോകുന്നില്ല, ദൈവകരത്തിന് ഉപയോഗിക്കപ്പെടണം. ഇന്ന് ഒത്തിരി പേര് ദൈവമേ എന്ന് വിളിച്ചിറക്കുന്ന ഒത്തിരി പേരുണ്ടല്ലേ, അല്ലെ? ദൈവം വിളിച്ചിറക്കിയവരുണ്ട്, ദൈവമേ എന്ന് വിളിച്ചിറങ്ങിയവരുണ്ട്. ഈ ദൈവമേ എന്ന് വിളിച്ചിറങ്ങിയവരുടെ എണ്ണം കൂടുതലാ, ദൈവം വിളിച്ചിറക്കിയവരുടെ എണ്ണം വളരെ ചുരുക്കമാണ്. കാര്യം എന്നാണെന്നറിയാമോ? ആളെ ദൈവമേ എന്ന് വിളിച്ച് അടിമുഖത്തിൽ കിടക്കുന്ന ഇസ്രായേൽ മക്കൾ കുറെ എണ്ണം ഇസ്രയേലിലുണ്ട്. അവർക്ക് നേരും നീതിയൊന്നും അറിയത്തില്ല. ദൈവം വിളിച്ചിറക്കിയ മോശയെ കണ്ടാൽ ഉടനെ ചോദിക്കുന്നത്, ഇന്നലെ അവനെ തീർത്തതല്ല ഞങ്ങളെ തീർക്കാനാണോ? ഞങ്ങളിവിടെ ഒരു യൂണിയൻ ഉണ്ട്, ഞങ്ങളിവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾ പറയുന്ന പോലെ കാര്യം നടക്കുള്ളൂ. എന്റെ പൊന്നെ, ഗ്രൂപ്പൊക്കെ പൊളിഞ്ഞു പോകും. ചാട്ടയുടെ അടി നിന്റെ ശിരസിന്റെ മേൽ വരുമ്പോ ഉണ്ടല്ലോ, ഈ പണിയെല്ലാം നിന്നു പോകും. ഹല്ലേലൂയ. ദൈവം അതിന് വിട്ട് നടക്കുന്ന എല്ലാ ഗ്രൂപ്പുകളും നോക്കിക്കണം, ദൈവ പ്രവൃത്തി അതിന്റെ നടുവിൽ വെളിപ്പെടും. കാര്യം ദർശനം എന്നാണെന്നറിയാമോ? 80-ാമത്തെ വയസ്സിൽ ദൈവം ഇറങ്ങി വരിക, തന്റെ ആവശ്യമാണ് ഈ ജനത്തിന്റെ വിടുതല്. ആമേൻ. ശ്രദ്ധിക്കണേ, ഇന്ന് ഇസ്രായേൽ മക്കളുടെ വിടുതല് അന്ന് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്തേഫാനോസ് നിൽക്കുന്ന ഏതിന്റെ മുമ്പിലാണെന്നറിയാമോ? പാപ സ്വഭാവത്തിലിരിക്കുന്ന യഹൂദൻ പാപത്തിൽ നിന്ന് നീതിയിലേക്കൊരു യാത്ര ആവശ്യമാണ്. ഒരുവനും സ്തേഫാനോസിനെ ഗ്രഹിക്കുന്നില്ല. ഇതല്ലേ യാഥാർത്ഥ്യം? വായിച്ചേ. ആശ്ചര്യപ്പെട്ടു. ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായി അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു. കർത്താവിന്റെ ശബ്ദം കേട്ടു. കണ്ടോ? അപ്പോ വ്യക്തമായ ഐഡന്റിറ്റി കർത്താവ് കൊടുത്തു. വിളിയും തെരഞ്ഞെടുപ്പും എന്നാണ് കൃത്യമായിട്ട് കൊടുത്തു, അല്ലേ? വിളി എന്താണ്, ദൈവത്തിന്റെ വിളിയാലുള്ള ആശയം എന്താണെന്ന് വ്യക്തമായിട്ട് വെളിപ്പെട്ടു. മനസ്സിലാകുന്നുണ്ടോ? 40 വർഷം മുമ്പ് മോശ ഒരു മിസ്രൈമിനെ അടിച്ചു വന്നെന്നും വെച്ചെന്നും അവനെ വേലയ്ക്ക് വിളിക്കത്തില്ല. ഒത്തിരി പേര്, കുറെ പേര് ഒരു സഭ പൊളിച്ച് വേറൊരു സഭയ്ക്കകത്ത് പോയി കയറുന്നവരുണ്ട്. ഒരു സഭയ്ക്കകത്ത് നാളെ പിടിച്ച് വേറെ പുതിയ സഭ തുടങ്ങുന്നവരുണ്ട്. ഇതിന്റെ പുറകെ കളിക്കുന്ന പാസ്റ്റർമാരുണ്ട്. മനസ്സിലാക്കണേ, ഇതൊന്നും ദൈവം വിളിച്ചതല്ല.
മനസ്സിലാക്കണം, ദൈവം വിളിച്ചതല്ല. ഇവരേതോ ഉദ്ദേശത്തിൽ കിടക്കുക. പക്ഷെ 80-ാമത്തെ വയസ്സിലാണ് ദൈവശബ്ദം കേൾക്കുന്നത്. ഹല്ലേലൂയ. 80-ാമത്തെ വയസ്സിൽ ദൈവശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മോശ എന്താ അവിടെ പറ, മോശയോട് ദൈവം സംസാരിക്കുന്നത് കേൾക്കണം. കർത്താവ് അവനോട് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളയുക. മിസ്രയീമിൽ എന്റെ ജനത്തിന്റെ പീഡ ഞാൻ കണ്ടു. അവരുടെ ഞരക്കവും കേട്ടു. അവരെ വിടുവിക്കുവാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ വരിക, ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് അയക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കാര്യമുണ്ട്. 40 വർഷം മുമ്പ് കർത്താവേ, ഞാനൊരു റിഫോർമേഷൻ തുടങ്ങിയതാണല്ലോ. 40 വർഷം മുമ്പ് ഞാനൊരു പ്ലാൻ സ്റ്റാർട്ട് ചെയ്തതല്ലേ. എങ്ങനെയാ നീ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തത്? ഞാനൊരു മിസ്രൈമിനെ കൊന്നുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. തിരിച്ചൊരു ചോദ്യം, മോശെ നീ എത്ര പേരെ കൊല്ലും? നീ എത്ര മിസ്രൈമിനെ കൊല്ലും? പറയ. ഒറ്റ അടിക്ക് ഒരു മിസ്രൈമിനെ കൊന്നു, നീ എത്ര പേരെ കൊല്ലും? ശരി, മോശയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 40-ാമത്തെ വയസ്സിൽ ചോദിക്കാൻ ചോദ്യമുണ്ട്. ഇവരുടെ വിശ്വാസത്തിന് നേരെ നിനക്ക് നിൽക്കാൻ പറ്റുമോ? ഇവർ ആരാധിച്ചോണ്ടിരുന്ന നൈലിന് നേരെയും സൂര്യദേവന് നേരെയും മണ്ണിന് നേരെയൊക്കെ നിനക്ക് പ്രതികരിക്കാൻ പറ്റുമോ? നക്ഷത്രങ്ങൾക്ക് നേരെ നിനക്ക് പ്രതികരിക്കാൻ പറ്റുമോ? ഇല്ല, അതൊന്നും പറ്റില്ല. പറ്റുന്ന എന്താ? ഇതുപോലെ ഒരുത്തനെ തട്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ചിലത് ചെയ്തു എന്ന് പറയാൻ പറ്റും. ഞാൻ പറയാം, ദൈവം വിളിക്കാതെ ചെറിയ ലൊട്ടിലൊടുക്ക് പരിപാടിക്ക് പോകരുത്. അല്ലേ? ദൈവം വിളിക്കാതെ, ദൈവം പറയാതെ ഒരു കാര്യത്തിന് ഇറങ്ങരുത്. നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ടെങ്കിൽ ദൈവം നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കും. ആമേൻ. ശമൂവേലേ അല്ലേ? ഇതെല്ലാം കേറി വരുന്നുണ്ട്. അങ്ങോട്ട് പോകണോ? സ്തോത്രം. ശമൂവേലിനോട് എന്നാ പറഞ്ഞേ? ശമൂവേല് സ്തോത്രം ഹല്ലേലൂയ. ഹന്നായിക്ക് വളരെ ലേറ്റായിട്ട് ഒരു പുത്രൻ ജനിച്ചു. പുത്രൻ ജനിച്ചപ്പോൾ ജനിക്കുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുത്ത്, നീ എനിക്കൊരു തലമുറയെ തന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിനക്ക് വേണ്ടി തന്നെ സമർപ്പിക്കാം, നിന്റെ ആലയത്തിൽ തന്നെ ഞാൻ സമർപ്പിച്ചേക്കാം. തീരുമാനമെടുത്തു. ദൈവം ആ വാഗ്ദത്തം നിവർത്തിച്ചു. ഇന്ന് ചിലരെന്താണെന്നറിയോ, വാഗ്ദത്തമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് വളച്ചൊടിച്ചിട്ട് അവനെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ വിടും, അല്ലെങ്കിൽ കാനഡയ്ക്ക് വിടും. അല്ലേ? ശമൂവേലിനെ അങ്ങോട്ട് വിടും. ഈ പറഞ്ഞ കാര്യത്തിലുണ്ട്. ദൈവവേലയ്ക്കൊന്നും വിടത്തില്ല. ഞാനൊരു കാര്യം പറയാം, ദൈവം വേലയ്ക്ക് വിളിച്ചാക്കി ഇവൻ ചെന്ന് ശുശ്രൂഷിക്കേണ്ട മിസ്രൈമിൽ നിന്ന് ജനത്തിന്റെ നിലവിളി പാപനിമിത്തം വർദ്ധിക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ദൈവം ചെവിക്ക് പിടിച്ച് ചിലതിനെയൊക്കെ നാട്ടിക്കൊണ്ടുവരും. അത് ദൈവത്തിന്റെ രീതിയാണ്. ആമേൻ. ശമൂവേലേ എന്ന് വിളിച്ചു. വായിച്ചേ. അപ്പൊ കിട്ടിയോ? ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. ശമൂവേൽ പ്രവചനം 1 ശമൂവേലിന്റെ അകത്തല്ല, ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാ ഇടപെടുന്ന പോലെ നമുക്ക് പോവാം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ 3-ാം അധ്യായം 1 ശമൂവേൽ 3-ാം അധ്യായം. ഹല്ലേലൂയ. സ്തോത്രം. കിട്ടിയില്ലേ? ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനമേറെ ഇല്ലായിരുന്നു. അടുത്തത്, ആ കാലത്ത് ഒരിക്കൽ ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി, കാണുവാൻ വയ്യാതവണ്ണം അവന്റെ കണ്ണ് മങ്ങി തുടങ്ങിയിരുന്നു. ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുമ്പേ ചെന്നു കിടന്നു. ആമേൻ. യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയനെന്ന് അവൻ വിളി കേട്ടു. ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്നു. അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നമ്മൾ ദൈവം ഒരുവനെ വിളിക്കുമ്പോ വിളി കേട്ട ഒരുവന് അടുത്ത് ഗൈഡൻസ് ഇല്ല. അല്ലേ? എങ്ങോട്ട് ടേൺ ചെയ്യണമെന്ന് അറിയുന്നില്ല. ഹല്ലേലൂയ. അവനെ വിളിച്ച ദൈവ ശബ്ദം ദൈവമാണെന്ന് ഗ്രഹിക്കാൻ കഴിയാതെ
മനുഷ്യരിലേക്ക് ശ്രദ്ധ തിരിക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കോണം, മൺപാത്രത്തിൽ അഭിഷേകം പകർന്നത് സ്തോത്രം മൺപാത്രം കൊണ്ട് മാത്രം തീരാനല്ല. ആമേൻ. മൺപാത്രം കൊണ്ട് തീരാനല്ല. ദൈവം വിളിച്ചു, വിളി കേട്ട ശമൂവേൽ ഓടിച്ചെല്ലുന്ന കണ്ണു മങ്ങിയിരിക്കുന്ന ഏലിയുടെ അടുക്കൽ. അല്ലേ? ഞാനൊരു കാര്യം പറയാം കേട്ടോ, നമ്മെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിവില്ലാത്ത ഒരു അനുഭവത്തിൽ, നമുക്ക് തിരിച്ചറിവില്ലാത്ത ഒരു അനുഭവത്തിൽ നമ്മൾ പലതിൻ്റെയും പിന്നാലെ ഓടുന്ന ഒരു ടൈമുണ്ട്. അല്ലേ? പലതും ഗ്രഹിക്കാതെ ഓടുന്ന ഒരു സമയമുണ്ട്. പക്ഷേ വിളിച്ച ദൈവം വിശ്വസ്തനാ. വിളിച്ചവൻ ആരെന്ന് വിളിച്ചവൻ തന്നെ വെളിപ്പെടുത്തും. ആമേൻ. വിളിച്ച ദൈവം തന്നെ അവന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തും. കർത്താവ് അത് മാറിയിരിക്കുന്നവനല്ല, മറഞ്ഞിരിക്കുന്നവനല്ല. തുറന്ന് വായിച്ചേ. യഹോവ ശമൂവേലിനെ 3-ാം പ്രാവശ്യം വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്നു, അടിയനിതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയായിരുന്നു ബാലനെ വിളിച്ചത് എന്ന് ഏലിക്ക് മനസ്സിലായി. നമ്മൾ ഈ പണ്ട് ഈ വണ്ടിയൊക്കെ ഓട്ടോ ഒക്കെ സ്റ്റാർട്ടാക്കുമ്പോ എന്താ പറയുന്നത്, വലിച്ച് സ്റ്റാർട്ടാക്കും കൈ കൊണ്ടല്ലേ, പഴയ ഓട്ടോ ഒക്കെ. അത് ഒരു വട്ടോ അടിച്ചാലും ചിലത് സ്റ്റാർട്ടാകില്ല. 2-3 വട്ടമൊക്കെ ഇട്ട് ഇടി കണ്ടിട്ട് നമ്മൾ പുറകെ യാത്ര ചെയ്യാതിരിക്കുന്നത് നമ്മൾ തന്നെ പേടിച്ചു, ഇയാൾ എന്നെ ഇടിയാണ് ഇടിക്കുന്നത്. ഇതുപോലെ ചിലരുടെയൊക്കെ കിക്കർ ഇതുവരെ സ്റ്റാർട്ടാകാതിരിക്കുന്നവരുണ്ട്. മനസ്സിലായി? കണ്ണ് മങ്ങിയിരിക്കുന്ന ചില നേതൃത്വ നിരയുണ്ട്. അവർക്ക് എത്ര വന്നാലും ബോധം വരത്തില്ല. അത് വലിയ രോഗമാണ്. കാര്യങ്ങൾ ഗ്രഹിക്കാൻ ബോധം വരത്തില്ല. 1-2 വട്ടം ദൈവത്തിന്റെ ദർശനമായിട്ട് എന്ന് കഴിയുമ്പോ ഈ അവസാനം പറയുന്നത് ഇത് ദൈവമായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിന്നെ വിളിച്ചില്ല, പോയി കിടന്നോ, ദൈവമാണെ കർത്താവ് അരുളണമെന്ന് പറയാം. അതായത് മനസ്സിലാക്കട്ടെ, കിടക്കാൻ നേരത്ത് ഈ കാർന്നവർക്ക് ദൈവമായിട്ട് ബന്ധമില്ല. ഈ കണ്ണു വാങ്ങിയാലും ദൈവമായിട്ട് ബന്ധമില്ല. കാര്യം മക്കളൊക്കെ നല്ല സെറ്റപ്പല്ലേ, അപ്പുറത്തെ റൂമിൽ കിടന്ന് കാണിക്കുന്ന വൃത്തികേടുകൾ പറഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ടല്ലേ. എല്ലാവിധ ഊടായ്പും കാണിച്ച ഒരു പാഴ്സണേജ് അല്ലേ, എല്ലാ വൃത്തികേടും കാണിക്കുന്ന ഒരു പാഴ്സണേജ് ആണത്. അല്ലെ? ചിലർ അങ്ങനെയുണ്ട്. സഭയ്ക്കകത്ത് എല്ലാ വൃത്തികേടും കാണിച്ചിട്ടില്ല. ഒരുവൻ ആത്മീയ ദൂത് പറയുമ്പോൾ ഇങ്ങേർക്ക് പിടികിട്ടത്തില്ല. ശ്രദ്ധിച്ചു, ചില സഭയ്ക്കകത്ത് ഒരു കൃപ പ്രാപിച്ച ഒരു വിശ്വാസി ആത്മാവിലൊരു ദൂത് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന സകലർക്കും മനസ്സിലാകും. ഒട്ടും മനസ്സിലാകാത്ത ചർച്ചിലെ പാസ്റ്റർക്കായിരിക്കും. ഇതാണ് സാധനം. കണ്ണു വാങ്ങിയിരിക്കുകയാണ്. അല്ലെ? കാർന്നവര് കിടക്കപ്പുറത്ത്. എന്റെ ചിന്ത ഞാൻ ശമൂവേൽ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, എന്നെ വിളിച്ചോ? അപ്പൊ ഞാൻ വിളിച്ചില്ല, പോയി കിടന്നോ? അപ്പൊ രണ്ടാമത് ഞാൻ വിളിച്ചോ അപ്പച്ച, എന്നെ വിളിച്ചോന്ന് ചോദിച്ചോ? ചെറിയ ബാലനാണല്ലോ. വിളിച്ചോ? ഇല്ല, വിളിച്ചില്ല, പോയി കിടന്നു. 3-ാമതാണ് പറഞ്ഞു വെക്കുന്നത് യഹോവയായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ മനുഷ്യൻ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴൊക്കെയും ഈ ന്യായപ്രമാണം അവന്റെ ഹൃദയത്തിൽ വേണ്ടേ? ഈ കാർന്നവർക്ക് ഇത് ദൈവിക ഇടപെടലാന്ന് മനസ്സിലാകാത്തന്നെ. അതാണ് ഈ മൺപാത്രത്തിൽ പണ്ടങ്ങാണ്ട് പകർന്നു. കുക്ക് സാഹിബിന്റെ കാലത്ത് മൺപാത്രത്തിൽ പകർന്നു എന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് കണ്ണു മങ്ങിപ്പോവും. വായിച്ചേ. ഏലി ശമൂവേലിനോട് പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവേ ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളണം എന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ തന്റെ സ്ഥലത്തു ചെന്നു കിടന്നു. അപ്പോൾ യഹോവ വന്നു നിന്ന് മുമ്പിലത്തെ പോലെ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ മൂന്നാമത് പറഞ്ഞ് 4-ാമത് വിളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, യഹോവ വന്ന് നമ്മൾ വരുന്ന സമയത്ത് ആ കർത്താവ് വരുള്ളൂ. ഹല്ലേലൂയ. ചിലര് പ്രാർത്ഥനയ്ക്ക് പറയുന്ന കാര്യങ്ങളെ, കർത്താവ് എല്ലാ കാര്യവും ചെയ്തു തരണം, എല്ലാ കാര്യവും നടക്കണം, എല്ലാ കാര്യവും മുറ പോലെ നടക്കണം. ഞാൻ വരത്തില്ല. അപ്പോ കർത്താവ് അപ്പുറത്തിരുന്ന് ശമൂവേലേ എന്ന് വിളിക്കും. നിന്റെ ഉറക്കം ജീവിതത്തിൽ നഷ്ടപ്പെടും. നിന്റെ സമ്പത്തും നീ ഒരുക്കി വെച്ചതെല്ലാം ശമൂവേലേ ശമൂവേലേ എന്ന് വിളിക്കുമ്പോ ഓരോ വഴി കൂടെ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നീ ശരിയല്ലാത്തത് കൊണ്ടാണ്. സ്തോത്രം. കണ്ണു മങ്ങിയിരിക്കുന്നവൻ അവസാനം പറഞ്ഞു കൊടുത്തത് ഇനി വിളിക്കുമ്പോ യഹോവേ അടിയനോട് അരുളണമേ എന്ന് പറയുക, അല്ലെ? അപ്പൊ 3-ാമത് ശരിക്കും ബന്ധം ഊഷ്മളമായി വരുമ്പോൾ, ബന്ധം ഉറച്ചു വരുമ്പോഴാണ് ദൈവം തന്റെ പ്രത്യക്ഷതയെ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ എല്ലാം തീരുമാനം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്.
ഒരു കാല് വിശ്വാസത്തിലും ഒരു കാല് ലോകത്തിലും വെച്ചോണ്ട് ഓടുന്നവനെല്ലാം മനസ്സിലാക്കിക്കോണം, ശമൂവേലേ ശമൂവേലേ എന്ന് ദൈവം വിളിക്കുമ്പോഴൊക്കെ നിന്റെ ഭാവിക്കും ശുശ്രൂഷയ്ക്കും ജീവിതത്തിനും നിന്റെ ജോലിക്കൊക്കെ ഇടർച്ച വരുന്ന അനുഭവങ്ങൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. കാര്യം കർത്താവിന്റെ ആഗമനം വളരെ പ്രസക്തിയേറിയതാണ്. ആമേൻ. അനേകരെ വിളിക്കുന്നു, കേൾക്കുന്നില്ല. ദൈവം വിളിച്ചിട്ട് ദൈവം എന്നെ വളരെ ഇതിന്റെ കൂടെ ചിന്തിക്കുന്ന ഒരു യോനെ ദൈവം ഇളക്കി മറിച്ച് ആ കടൽ മുഴുവൻ ഇളക്കി മറിക്കുകയാണ്. അവൻ അടിയിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ്. ഉറക്കം വിട്ട് എഴുന്നേറ്റ് വന്നപ്പോഴത്തേനുണ്ട് ആ കടല് പ്രക്ഷുബ്ധമാണ്. ഇത് കണ്ടുകൊണ്ടിരുന്ന യോനായോട് കപ്പലിലുള്ളവര് ചോദിക്കുന്ന ഒരു ചോദ്യം. എന്താ ചോദിക്കുന്നത്? കടുത്തട്ടിൽ ഉറങ്ങുന്നവനെ കണ്ടിട്ട് പറയും, നീ എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിക്കടാ എന്ന്. അയ്യോ, ഇത് പ്രാർത്ഥിക്കാതിരിക്കാനല്ലേ ഞാൻ ഇവിടെ ഏറ്റവും ആരും അറിയാത്തടത്തോന്ന് കിടന്നത്. ശ്രദ്ധിക്കണേ, ദൈവം ഒരുവനെ വിളിച്ചിട്ടുണ്ട്. നീ എവിടെ പോയി കിടന്നാലും അത് ഇളകും. കാരണം എന്നാ? ദൈവത്തിന്റെ വിളി അവിടെ കിടക്കുകയാണ്. മനസ്സിലാക്കണം. ആദ്യം കപ്പലിലുള്ളവൻ പറഞ്ഞിരുന്നു, നീ എഴുന്നേറ്റിരിക്കുന്നു, കിടന്ന് ഉറങ്ങുന്ന എഴുന്നേറ്റത്തിന് ദൈവത്തെ വിളിച്ച നീ ചാകാൻ പോവാന്ന്. ആദ്യത്തെ ദൂത് കേട്ടോ. രക്ഷപ്പെടാൻ അന്യ രാജ്യത്തിൽ പോയി കിടന്നിട്ട് ഇപ്പൊ ചാകാൻ നടക്കുന്ന അനുഭവത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ചൊരു ചോദ്യം, മകനെ, നീ സേവിക്കുന്ന ദൈവം നിന്നെ എന്തിനായിട്ടാ വിളിച്ചതെന്ന് ഇനിയെങ്കിലും സത്യം പറയാം. ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗത്തിലെ ദൈവം ഈ വചനങ്ങൾ കൊണ്ട് നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. നമ്മളെ സ്വർഗത്തിലെ ദൈവം വിളിക്കുമ്പോൾ നമ്മൾ ആ വിളി കേട്ട് വരുവാൻ ഇനിയെങ്കിലും തയ്യാറാകണം. അതുകൊണ്ട് മനസ്സിലായി, എങ്കിലും ഈ അത്യന്ത ശക്തി അത് ഞങ്ങളുടെ സ്വന്തം എന്നല്ല. ഹല്ലേലൂയ, സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. അതുകൊണ്ട് മൺപാത്രങ്ങളിലായിരിക്കുന്ന, മൺപാത്രത്തിൽ പകരപ്പെട്ട ദൈവത്തിന്റെ അഭിഷേകത്തെ അനുഭവിക്കുന്ന മൺപാത്രങ്ങളെ നിങ്ങളുടെ യജമാനന് പ്രയോജനമുള്ളവരായി തീരുക. അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുമ്പോൾ കണ്ണുമങ്ങിയിരിക്കുന്ന അനേകരുടെ നടുവിലൂടെ ദൈവമേ എന്ന് വിളിക്കാനുള്ള കൃപയാണ് ഈ നാളുകളിൽ വേണ്ടത്. കണ്ണുമങ്ങിക്കിടക്കുന്ന നേതൃത്വ നിരകളുണ്ട്, കണ്ണുമങ്ങിക്കിടക്കുന്ന കൂട്ടുവിശ്വാസിയുണ്ട്. ഇതിന്റെ നടുവിലാണ് ദൈവശബ്ദം കേട്ട് നീ മുന്നേറേണ്ടത്. ദൈവത്തിന്റെ പദ്ധതി ഇന്ന് പകൽ നേരം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമാറാകട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട വചനത്തിന് മുമ്പ് നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചാട്ടെ. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ